നമുക്ക് ഇനി അടുത്തതായിട്ട് ഇ കൊമേഴ്സിൽ എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജി യൂസ്ഡ് ഇൻ ഇ കൊമേഴ്സ് ആണ്. നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ടെക്നോളജി ആണ് ഇ കൊമേഴ്സിൽ, ഇലക്ട്രോണിക് കൊമേഴ്സിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാനുള്ള നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നോളജി വളരെയധികം നമുക്ക് ഇ കൊമേഴ്സിൽ ഒരുപാട് അധികം നമ്മളെ ഡ്രാസ്റ്റിക്കലി ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു വ്യാപാര സമൂഹത്തില് നമ്മളെ ടെക്നോളജി വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മള് എന്താ പറയാ, സ്വിഗ്ഗിയില്, സൊമാറ്റോയില്, ആമസോണില്, ഫ്ലിപ്കാർട്ടില്, മിന്ത്രയില്, മീഷോയില് ഒക്കെ നമ്മൾ വളരെയധികം ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഹെൽപ്പോട് കൂടി പർച്ചേസ് ചെയ്യാറുണ്ട്. ദെൻ എങ്ങനെയാണ് ടെക്നോളജീസ് ഇലക്ട്രോണിക് കൊമേഴ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള വെബ് പോർട്ടലിന്റെ സഹായത്തോടു കൂടി നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. വെബ് പോർട്ടൽസ് നമ്മളെ അതിലേക്ക് ഏതിലേക്കാണോ നമ്മുടെ പർച്ചേസ് ചെയ്യേണ്ടുന്ന സൈറ്റ് ഏതാണോ ആ സൈറ്റിൽ കയറിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു വെബ് പോർട്ടൽ ഇപ്പൊ ആമസോണിനാണെങ്കിൽ ആമസോണിന്റെ പോർട്ടൽ ഉണ്ട്, ഫ്ലിപ്കാർട്ടിനാണെങ്കിൽ അതിന്റെ പോർട്ടൽ ഉണ്ട്, മീഷോനാണെങ്കിൽ അതിന്റെ ഇതുണ്ട്. അങ്ങനെ ഓരോന്നിനും നമ്മൾ കയറിയിട്ട് ചിലപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഡിസൈൻ കൺസിഡറേഷൻ ഫോർ ഇ കൊമേഴ്സ്. അപ്പൊ ഒരു വാണിജ്യ സമൂഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇ കൊമേഴ്സ് നടത്തണം, വാണിജ്യം ഇലക്ട്രോണിക്കലി നടത്തുന്ന സഹായത്തോടുകൂടി നടത്തണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഒരു സൈറ്റ്, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണം. ഫസ്റ്റ് തന്നെ ഡിസൈൻ ഓഫ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോർട്ടൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ the design should be such that the customers who visit the site should be find exactly what they are looking for. അവര് എന്ത് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണോ അവർ നോക്കുന്നത്, അവർക്ക് ആ കറക്റ്റ് സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടണം. അപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു പോർട്ടൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ പോർട്ടൽ എങ്ങനെയായിരിക്കണം? ഒരാൾക്കാർ കയറി കഴിയുമ്പോൾ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാല് വളരെ അക്ഷമരാണ്. എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത് അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന സാധനം ഓൺ ദ വെരി മൊമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോ വേണ്ട, ഞങ്ങൾക്ക് വേറെ മതി, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ സൈറ്റിൽ നോക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മൈൻഡ് അവർക്ക് ഉണ്ടാവാം. നമ്മൾ ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ, ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ആ സമയത്ത് സംഭവിക്കുക? നമ്മൾക്ക് വാങ്ങാൻ വരുന്ന ആള് എത്രയും പെട്ടെന്ന് ആ പർച്ചേസ് ഉറപ്പായിട്ടും പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരിക്കണം, പർച്ചേസ് നടത്തണം, പർച്ചേസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണം. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ് ഫാക്ട്. അല്ലെങ്കിൽ അവര് വളരെ സ്പീഡായിട്ട് ഇത് കിട്ടണം എന്നുള്ള മനസ്സുള്ളവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ആ കയറുന്ന ആൾക്കാർ അക്ഷമരായതുകൊണ്ട് പെട്ടെന്ന് നടക്കുന്നില്ല എങ്കിൽ, ഫാസ്റ്റ് അല്ല, റെസ്പോൺസീവ് അല്ല, കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് ഒന്നുമില്ല, എങ്ങനെയാണെങ്കിൽ ആ പോർട്ടൽ എന്നുള്ളതിനകത്ത് അവർക്ക് വളരെയധികം നിരാശരായിട്ട് അവർ ആ പർച്ചേസ് വേണ്ട എന്ന് വെച്ച് മടങ്ങും. വെബ് പേജ് ഷുഡ് ലോഡ് ക്വിക്ക്ലി. വളരെ ക്വിക്കായിട്ട് ലോഡ് ചെയ്യുക, സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യുക, ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കുക. അതായത് നോക്കുന്ന ആൾക്കാർക്ക് അവർക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള അല്ലെങ്കിൽ പ്രാപ്തമായിട്ടുള്ളതായിരിക്കണം. അതായത് അവര് തന്നെ ഒരു പോർട്ടൽ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് ഇതിനകത്ത് എന്തൊക്കെ സൈറ്റുകളാണുള്ളത്, എത്ര രൂപയ്ക്ക് എത്ര സാധനങ്ങളൊക്കെയാണ് കിട്ടുക, എത്ര രൂപയുടെയാണ് നമ്മൾക്ക് വേണ്ടത്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണോ, അത് പർച്ചേസ് ചെയ്യാവുന്നതാണോ, ആവശ്യമില്ലാതെ മണി ചെലവാക്കുന്നതാണോ, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു അവയർനെസ് കസ്റ്റമറിന് കൊടുക്കാം. ഒരു ബിസിനസിനെ സംബന്ധിച്ച് കസ്റ്റമർ ഈസ് ദ കിങ് എന്നൊരു നിയമം നമുക്കുണ്ട്. അവർക്ക് വാങ്ങാൻ വരുമ്പോൾ വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ, ഒരു കടയിലായാലും ഓൺലൈൻ പർച്ചേസിലായാലും അവർ നോ, വി ഡോണ്ട് വാണ്ട് ടു ബൈ ദിസ് ഐറ്റം എന്ന് പറഞ്ഞാല് ആ ഒരു ഐറ്റം ഇല്ല, പർച്ചേസ് നടക്കാതെയോ ബിസിനസ് കിട്ടാതെയോ അത് ഒരു ലോസ് അല്ലേ? ദെൻ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ ആൾക്കാർക്ക് വന്ന് നോക്കുന്ന സൈറ്റിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച്, അവർക്ക് വേണ്ട പ്രൊഡക്റ്റിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ കൊടുക്കുക. ഡെസ്ക് ടോപ്പിലായാലും സ്മാർട്ട് ഫോണിലായാലും ടാബ്ലറ്റിലായാലും അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുക. ദെൻ അടുത്തത് ഈസി നാവിഗേഷൻ. ഈസി നാവിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വഴിക്ക് പോയാലാണ് അല്ലെങ്കിൽ എങ്ങനെ പോയാലാണ് പെട്ടെന്ന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള
സ്പോണ്ടേനിയസ് ആയിട്ടുള്ളതായിരിക്കണം. സ്പോണ്ടേനിയസ് മീൻസ് വെരി ക്വിക്ക്. വളരെ ഞൊടിയിടയിൽ അവർക്ക് ക്വറീസിന് ഉത്തരം കിട്ടുക, ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത്. ദ വെബ്സൈറ്റ് ഷുഡ് പ്രൊവൈഡ് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് പ്രോപ്പർലി. അപ്പോ വെബ്സൈറ്റ് എങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഷോപ്പിംഗ് മെനുവില് കാണാൻ പറ്റുക. അപ്പൊ നമ്മളിപ്പോ എല്ലാ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ GPay ഉണ്ട്, ഫോൺ പേ ഉണ്ട്. അപ്പൊ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് എല്ലായിടത്തും പ്രോഡക്റ്റുകൾ നിരത്തി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അത് നമ്മള് ഒരു സാധാരണ ഒരു കച്ചവട സമ്പ്രദായത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ നമ്മളിപ്പോ ഒരു ആമസോണിന്റെ ഒരു പോർട്ടൽ എടുക്കുകയാണ്. ഒരു എക്സാമ്പിളിന് ഫോർ ഇൻസ്റ്റൻസ് മിസ് പറയാണ്, ആമസോൺ ആണെന്ന് വിചാരിക്കുക. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്ര സാധനങ്ങളാണുള്ളത്, ഇത്ര പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്ര എങ്ങനത്തെയൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക, ഇങ്ങനത്തെയൊക്കെയാണ്. ഇതിന്റെ കസ്റ്റമർ റിവ്യൂ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. കസ്റ്റമർ റിവ്യൂ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് പലതിനും. ഓക്കെ, ദെൻ സിമ്പിൾ ചെക്ക്ഔട്ട് ആയിരിക്കണം. സിമ്പിൾ ചെക്ക്ഔട്ട് എന്നത് ചെക്ക്ഔട്ട് പ്രോസസ് ഷുഡ് ബി വെരി സ്മൂത്ത്. അതായത് നമുക്ക് പൈസ അടയ്ക്കുക, ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡിൽ നിന്നോ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ പൈസ അടയ്ക്കാനുള്ള സിസ്റ്റം ഉണ്ട്. വേണ്ടെങ്കിൽ ക്യാൻസലേഷൻ പോളിസി ഉണ്ട്, പൈസ മണി ബാക്ക് റീഫണ്ട് പോളിസീസ് ഉണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കണം അതിനകത്ത് നടക്കുന്നത്. ദ കസ്റ്റമർ അല്ലെങ്കിൽ അവർ പെട്ടെന്ന് നടക്കുന്നില്ലെങ്കിൽ ദേ ഷുഡ് ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഗീവ്സ് അപ്പ് ബിഫോർ കംപ്ലീറ്റിംഗ് പർച്ചേസ്. അല്ലെങ്കിൽ അവർ വിചാരിക്കും എനിക്ക് ഇത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അവര് അതിൽ നിന്ന് ഒഴിവായി പോവാനായിട്ട് ശ്രമിക്കും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ ഈ കൊമേഴ്സ് നടത്തുന്ന ആൾക്കാരെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഡിജിറ്റൽ വാളറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ പൈസ നമുക്ക് ഒരു ബിസിനസിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ പൈസ എങ്ങനെയാണ്, അതുപോലെ തന്നെ കസ്റ്റമറിന് അവരുടെ പൈസ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അത് വർത്തി ആയിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ്. സോ പേയ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ചാർജസ് ഷുഡ് ബി ക്ലിയർലി മെൻഷൻഡ്. അതുപോലെ തന്നെ ഇത്ര രൂപയാവും, ഡെലിവറി ചാർജസ് ഇത്രയാവും എന്നൊക്കെ ഉള്ളത് വളരെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ കംസ് ലോജിസ്റ്റിക്സ്. പിന്നെ നമുക്ക് വരുന്നതാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്ന ആ ഓർഡർ ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ട് ഇപ്പോ മുംബൈയിൽ നിന്നോ, അല്ലെങ്കിൽ നമുക്ക് ഒരു കുടക്കീഴിലാണ് ലോകം. ബിസിനസിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഇരുന്നിട്ട് ഇപ്പൊ ഇന്ത്യയുടെ പ്രോഡക്റ്റ് ഗൾഫിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതായത് അബ്രോഡ് പർച്ചേസ്, ഇന്റർനാഷണൽ പർച്ചേസസ് എല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇറക്കുമതി കയറ്റുമതി ഒക്കെ ഉള്ള ഒരു വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരാള് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട്, ഇപ്പൊ ഒരു റൂറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട്, ഇപ്പൊ പെരുമ്പാവൂരോ കാലടിയിലോ അങ്കമാലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഒരു പർച്ചേസ് നടത്തുമ്പോൾ അയാളുടെ ആ കറക്റ്റ് ഹോം അഡ്രസ്സിലേക്ക്, അയാൾ ആ പറയുന്ന അഡ്രസ്സിലേക്ക് കറക്റ്റ് ആയിട്ട് ആ ഡെലിവറി ചെയ്ത് കിട്ടുന്നു. അത് ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും വെയർഹൗസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ടും ബന്ധപ്പെട്ട് കിടക്കാണ്. ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഫങ്ഷനിങ് ആണെങ്കിൽ ഇതിനകത്ത് തടസ്സങ്ങളൊന്നും വരുന്നില്ല. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പാഴ്സല് അല്ലെങ്കിൽ ഒരു സംഭവം പൊതിയുന്നത് മുതൽ വളരെ കൃത്യമായിട്ട് ഡെലിവറി ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ ലോജിസ്റ്റിക്സും വളരെ മോഡേൺ ആണ്. പ്രോപ്പർ ലോജിസ്റ്റിക്സ് ഷുഡ് ബി ഡൺ in order to fulfill the orders. Then അടുത്തത് ഗുഡ് പ്രൊഡക്റ്റ് പേജസ്. പിന്നെ നമ്മളൊരു പ്രോഡക്റ്റ് നോക്കുകയാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സാരി പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഒരു ഫീമെയിൽ എന്നുള്ള രീതിയിൽ പറയാണ് സാരി, അല്ലെങ്കിൽ മെൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഷർട്ട്, മുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ധോത്തീസ് എന്നൊക്കെ പറയും. ഇപ്പൊ MCRന്റെ ധോത്തീസ്, അല്ലെങ്കിൽ റെക്സോന്റെ ഷർട്ടുകൾ, അതല്ലെങ്കിൽ വേറെ എന്താ പറയാ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ട്സ്, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നു. എന്തെങ്കിലും ചെന്ന് നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻ കസ്റ്റമറിനുണ്ട്. കസ്റ്റമറിന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവർ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അവർക്ക് ഏത് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത്, കൺവീനിയന്റ് ആയിട്ടുള്ളത്, അവരുടെ ഡ്രസ്സിങ് പാറ്റേൺ, അവരുടെ ബോഡീന്റെ സൈസ്, ഇതിനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പേജ് വേണം നമുക്ക്. ആ പേജിൽ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ കാണുമ്പോൾ എനിക്ക് ഇതായിരിക്കും കുറച്ചും കൂടി ഭംഗി, അല്ലെങ്കിൽ പിന്നെ ഐ മീൻ സ്റ്റിച്ചഡ് ആയിരിക്കാം, സ്റ്റിച്ച് അല്ലാത്തതായിരിക്കാം. അപ്പൊ സാരി അതുകൊണ്ടാണ് ആദ്യം മിസ് പറഞ്ഞത്. അപ്പൊ സാരിക്കാണെങ്കിൽ നമുക്ക്
കംഫർട്ടിൽ നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കംഫി ആയിട്ടുള്ള ഡ്രസ്സ്. അപ്പോ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ഒരു വാച്ച് ആയിക്കോട്ടെ, ഒരു ഷൂ ആയിക്കോട്ടെ, എല്ലാത്തിന്റെ സൈസ് കറക്റ്റ് മെൻഷൻ ചെയ്ത്, ബിന്ദീസ് ആയിക്കോട്ടെ, എനിവെയർ എന്ത് ഡയമണ്ട് പർച്ചേസസ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പേജ് എന്ന് പറയുന്നതും വളരെ കൃത്യമായിട്ട്, വളരെ ഷാർപ്പായിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, അതിന്റെ പൈസ, അതിന്റെ കാര്യങ്ങൾ എല്ലാം, അതിന്റെ ക്വാളിറ്റി എല്ലാം അതിനകത്തുണ്ട്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, ഏത് ആൾക്കാർക്കാണെങ്കിലും അവരുടെ നേറ്റീവ് ലാംഗ്വേജ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, വാട്ട് എവർ ലാംഗ്വേജ് ഈസ് ദെയർ നേറ്റീവ് ഈസ് വാട്ട് എവർ ഈസ് ദെയർ നേറ്റീവ്, എന്താണോ അവരുടെ ലാംഗ്വേജ്, മലയാളം ആണെങ്കിൽ മലയാളം, ഇതൊക്കെ ചൂസ് ചെയ്തിട്ട് അവർക്ക് ആ പ്രൊഡക്റ്റ് എടുക്കാനുള്ള, ചൂസ് ചെയ്യാൻ, മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആമസോണിലൊക്കെ ആണെങ്കിൽ നിനക്ക് അമ്മിക്കല്ല് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ ചൂസ് ചെയ്ത് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഒരു വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. ദെൻ ദ കസ്റ്റമേഴ്സ് റിവ്യൂസ് ഓൺ പ്രൊഡക്റ്റ് ഷുഡ് ബി അവൈലബിൾ. അപ്പൊ നേരത്തെ ഓൾറെഡി പറഞ്ഞു, പോസിറ്റീവ് റിവ്യൂസ് ആണെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് ആണെങ്കിലും ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു സൗകര്യം കൂടി ആ പ്രൊഡക്റ്റിന്റെ പേജിൽ വേണം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത്, ഈ പ്രൊഡക്റ്റിന്റെ പേജിൽ പറയുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാരെ നല്ലതാണെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, കൺവിൻസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ എസെൻഷ്യൽ ടെക്നോളജി ഫീച്ചേഴ്സ് റിക്വയർഡ്. നമുക്ക് എന്തൊക്കെയാണ് ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ, ആ ടെക്നോളജിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ആദ്യം തന്നെ മിസ് പറഞ്ഞ പോലെ യുബിക്വിറ്റി ഉണ്ട്. യുബിക്വിറ്റി വെച്ചാല് എവിടെ നിന്നിരുന്നിട്ടാണെങ്കിലും, എവരിവെയർ, ഏത് സ്ഥലത്ത് നിന്നാണെങ്കിലും, ഇപ്പോ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഏത് സ്ഥലത്ത് നിന്നും നമ്മുടെ പൈസ, ആ കസ്റ്റമർ ചെലവാക്കുന്ന പൈസ കസ്റ്റമർക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് പോലെ, ഏത് സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ആ യുബിക്വിറ്റി ഉണ്ട്. എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആള്, ഇപ്പൊ ഞാൻ ഈ വീണ എന്ന് പറയുന്ന ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു പർച്ചേസ് ഇന്ന് ഓർഡർ ചെയ്ത് പൈസ അടച്ചു, പേയ്മെന്റ് ചെയ്തു, അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താലും, ഇനി ചിഞ്ചു എന്ന് പറയുന്ന എന്റെ ചേച്ചി വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഓർഡർ ചെയ്ത് ഇതുപോലെ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാലും, രണ്ടു പേരും ഈ സൈറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ബിസിനസിനെ സംബന്ധിച്ച് ഒരേപോലെയാണ്. ഇവര് വെയർ എന്ന് പറയുന്ന രണ്ടുപേരും ഈക്വൽ ആണ്. അല്ലാതെ ഈ രണ്ട് കസ്റ്റമേഴ്സ് തമ്മിൽ യാതൊരു, അവര് രണ്ടാണ് എന്നുള്ള ഒരു ഇതില്ല. കസ്റ്റമർ സെയിം ആണ്. രണ്ടാൾക്കാർ ഒരു കടയിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ ആ രണ്ടുപേരും ഒരേപോലെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടവരാണ്. അതൊരു യുബിക്വിറ്റി എന്ന് പറയുന്ന ഒരു നിയമമാണ്. അത് യൂണിവേഴ്സൽ ആയിട്ട് ഒരു ലോ ഉണ്ട്, ബിസിനസ്സിന് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ആണ് യുബിക്വിറ്റി. എവിടെ നിന്ന് വന്നാലും എങ്ങനെയായാലും ഒരേപോലെ ട്രീറ്റ് ചെയ്യപ്പെടും. ബിസിനസിന്റെ അണ്ടറിൽ പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നു. അപ്പോ ഇലക്ട്രോണിക് ഡിവൈസസ്, ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും മൊബൈൽ ഫോൺ ആയാലും ടാബ്ലറ്റ് ആയാലും, ഇതിൽ നിന്നെല്ലാം എവിടെ നിന്ന് ഇരുന്നും ആക്സസ് ചെയ്യാൻ കഴിയണം. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസിലൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ദെൻ അടുത്തത് ഗ്ലോബൽ റീച്ച്. ഗ്ലോബൽ റീച്ച് എന്ന് പറയുന്നത് ടെക്നോളജി യൂസ്ഡ് ഷുഡ് എലിമിനേറ്റ് ദ നാഷണൽ ബൗണ്ടറീസ്. അപ്പൊ ഗ്ലോബൽ റീച്ച് എന്ന് വെച്ചാൽ, ഇപ്പോ സൗദിയുടെ ഒരു സാധനം വളരെ നല്ല ഒരു ഐറ്റം ആണ്, ഇപ്പൊ മെഹന്തി ഭയങ്കര നല്ലതാണെങ്കിൽ എനിക്ക് ആ ഒരു സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കാം. ഇനി ഇന്ത്യന്റെ നട്ട്സ് അല്ലെങ്കിൽ ഇന്ത്യന്റെ കൈത്തറി മുണ്ടുകള്, ധോത്തീസ് ഒക്കെ വളരെ നല്ലതാണെങ്കിൽ, അത് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത് കയറ്റുമതി ചെയ്യപ്പെടാനുള്ള സംവിധാനം, ഇതൊക്കെ എന്താ പറഞ്ഞാല് ഈ ബൗണ്ടറീസ്, നാഷണൽ ബൗണ്ടറീസ് ഇല്ലാതാക്കാൻ ഇലക്ട്രോണിക് ഡിവൈസസ് ഹെൽപ്പ് ചെയ്യും നമ്മളെ. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പറയുന്ന പോലെയല്ലല്ലോ, കുറെ കൂടി കാര്യങ്ങള് വിശാലമായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസ്, അതിനകത്താണ് വരുന്നത്. അപ്പോ ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്ന് ഇരുന്നു കൊണ്ട് നമുക്ക് ഈ വിദേശ നാണയത്തിന്റെ പെരുപ്പ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് അതൊക്കെ നമുക്ക് സാധിക്കും. സോ പൊട്ടൻഷ്യൽ മാർക്കറ്റ് സൈസ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഇക്വാലന്റ് ടു പോപ്പുലേഷൻ അക്രോസ് ദ വേൾഡ്. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ മാർക്കറ്റ്, നമ്മൾ ചിന്തിക്കുന്ന മാർക്കറ്റ്, വ്യവസായം ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഓൾമോസ്റ്റ് ലോകം മുഴുവനുമാണ് കച്ചവടം നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ബിസിനസ് റൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നാണയത്തിന്റെ പെരുപ്പമൊക്കെ ഉണ്ടാകുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മീഡിയംസും
എല്ലായിടത്തു നിന്നും ആക്സസ് ഉള്ളതൊക്കെ തന്നെ ആയിരിക്കണം. അതൊരു ബൗണ്ടറി ബിസിനസിനെ ബാധിക്കരുത്. ഓക്കെ. ദെൻ അടുത്തത് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ്. യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തില് ഒരു ഒരു ഡിവൈസ് യൂസ് ചെയ്യപ്പെടുന്നത് ഗ്ലോബലി എങ്ങനെ ആയാലും ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്, ഇപ്പൊ മെയിൽ ഐ ഡി ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഒരു യുണീക്ക് ഐ ഡി എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഒരു ബാർകോഡ് അല്ലെങ്കിൽ ഒരു ഫോൺ പേ, ജി പേ, ഇങ്ങനത്തെയൊക്കെ ഒരു സംഭവം വയ്ക്കുന്ന സമയത്ത് ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ഓരോന്നിനും ഉണ്ടായിരിക്കും. ബിസിനസിനെ സംബന്ധിച്ച്, ഈ ഇലക്ട്രോണിക് കൊമേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ ആമസോൺ ഇന്ത്യക്കാണെങ്കിൽ വേറെ ഒന്നിന് ഇതാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡുകൾ യൂണിവേഴ്സൽ ആണ്. അതായത് ഒരു സംഭവത്തിന്റെ ജലത്തിന് നമ്മൾ പറയുന്നു pH ഇത്രയാണ്, അത് കടത്തിവിടുന്നതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് കുടിക്കാൻ ആക്സസ് ചെയ്യുന്നതിന്റെ ക്വാളിറ്റി വരുമ്പോൾ ഇത്രയാണ് എന്നൊക്കെ പറയുന്നതിന്റെ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. അടുത്തത് റിച്ച്നെസ്. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത് റിച്ച്നെസ് ആണ്. റിച്ച്നെസ് നമ്മൾ ക്വാളിറ്റിയിൽ, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്, പിന്നെ എന്തിന്റെങ്കിലും ആ കണ്ടന്റ്മെന്റ് നമ്മൾ പറയുമല്ലോ, ഇപ്പൊ നമ്മളൊരു ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്വർണം ഇന്റർനാഷണൽ മാർക്കറ്റ് റേറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എങ്ങനെയാ വെച്ചാൽ 916 എന്ന് പറഞ്ഞാൽ അത് 916 തന്നെ ആയിരിക്കും. അതിന്റെ പ്യൂരിറ്റി ഇപ്പൊ നമുക്ക് പറയാം മലബാർ ഗോൾഡ്, ഒരു എക്സാമ്പിളിന്റെ മിസ് പറയാണ്. മലബാർ ഗോൾഡ് ഓൺലൈൻ വെബ്സൈറ്റുകൾ ഉണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ ഭീമ അല്ലെങ്കിൽ ചുങ്കത്ത്, അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ 916 എന്ന് പറയുമ്പോൾ അതിന്റെ പ്യൂരിറ്റി, അതിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ ട്രസ്റ്റഡ് ആണ്. ഫോർ ഇത്രയും നാളുകളായിട്ട് ഉള്ളതാണ്. അപ്പൊ ഇത്രയും നാളുകളായിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത്രയും റിച്ച്നെസ് കീപ്പ് ചെയ്യുന്നു. അപ്പൊ അത് നമ്മള് ഈ അതിനകത്ത് ആ റീച്ചിൽ നമ്മൾ ഒന്നും സാക്രിഫൈസ് ചെയ്യുന്നില്ല, ഒന്നും തന്നെ ത്യജിക്കുന്നില്ല. അവരെത്തിക്കുന്ന ആ ക്വാളിറ്റിയിൽ ഒന്നും തന്നെ ത്യജിക്കാതെയാണ് അവരിലേക്ക് അത് എത്തിക്കുന്നത്, പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ. അപ്പൊ അഡ്വർടൈസിങ്ങും ബ്രാൻഡിങ്ങും എന്ന് പറയുന്നതും കൊമേഴ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വാണിജ്യത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അഡ്വർടൈസിങ്ങും ബ്രാൻഡിങ്ങും. അതായത് നമ്മളെ എന്താണ് പരസ്യങ്ങള്, ബ്രാൻഡ് ചെയ്യല്, ഇതൊക്കെ നമ്മൾ വലിയ വലിയ സെലിബ്രിറ്റീസിനെ വെച്ച് നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ട്, ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല ബ്രാൻഡുകൾക്കാണ് നല്ല സെലിബ്രിറ്റീസ് എന്ത് ചെയ്യുന്നത്, പരസ്യങ്ങളൊക്കെ അവര് അതിനകത്ത് ഇവോൾവ് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു ബ്രാൻഡുകൾക്ക് അല്ലാതെ അവര് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അത് അവരുമായി ബന്ധപ്പെട്ട കാര്യം. സോ ഇലക്ട്രോണിക് കൊമേഴ്സ് വീഡിയോ, ഓഡിയോ, അനിമേഷൻ ഇതൊക്കെ അതിൽ വരും. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്. എന്താണ്? വീഡിയോസ് എടുക്കുന്നു, ഓഡിയോസ് എടുക്കുന്നു, അനിമേഷൻ ചെയ്യുന്നു, ബിൽബോർഡ്, സൈനുകള്, ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ കൊമേഴ്സിന്റെ പോലെ തന്നെ ഇലക്ട്രോണിക് കൊമേഴ്സിലും ഉണ്ട്. ഇലക്ട്രോണിക് കൊമേഴ്സ് നമ്മളിപ്പോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഒരു സൈറ്റ് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന്റെ പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഇങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നു. നമ്മൾ ചിന്തിക്കുമ്പോഴേ അത് പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ സൈറ്റുകളിൽ നമുക്ക് ആഡുകളെല്ലാം വരും. Because e-commerce also uses the video, audio, animation, billboard, sign, etc. Okay. Then next comes interactivity. Interactivity എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെല്ലറും ബയ്യറും തമ്മിലുള്ള ആ ഒരു ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കുമല്ലോ. അതായത് ക്യാഷ് ചെയ്യണം. ഇപ്പൊ ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി മിസ് ഇപ്പൊ ഒരു ആമസോൺ ആണ്. അപ്പൊ മിസ് ഇങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇങ്ങനെ 100 രൂപയ്ക്കൊക്കെ പല സമയത്തും ശ്രദ്ധിക്കുമ്പോ കാണാറുണ്ട്. 300 രൂപയ്ക്കൊക്കെ വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാരി അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പൊ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് മിസ് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അപ്പൊ ഇന്ററാക്ടിവിറ്റി വളരെ സഡൻ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. മിസ് ചിന്തിക്കുന്ന പോലെയുള്ള സാരികൾ കാണിക്കുന്നുണ്ടാവും, വാച്ചുകൾ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ സമയത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആ ഇന്ററാക്ടിവിറ്റിയില് വളരെ സഡൻ ആയിട്ടുള്ള റെസ്പോൺസ് ഈ ഒരു വെബ് പോർട്ടലിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പോഴും ആമസോണിന്റെ ഒരു കസ്റ്റമർ ആയിട്ട് തുടരുന്നത്. സോ ഇന്ററാക്ടിവിറ്റി എന്ന് പറയുന്നത് സെല്ലറും ബയ്യറും തമ്മിൽ വളരെ ഈസി ആയിട്ട് നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സോ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഈ വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിൽ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് കംസ് ഇൻഫർമേഷൻ ഡെൻസിറ്റി. നമുക്ക് അതുപോലെ ഒരുപാട് വിവരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ആർക്ക് വേണം? ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം
എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആൾക്ക് ഒരു അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായത് ഇന്ന് ഇങ്ങനെ ബുൾ മാർക്കറ്റിൽ പോകുന്നത് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇങ്ങനെയൊക്കെയാണ് കയറുന്നത്. NSEയിൽ ഇങ്ങനെയാ വരുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ കയറിയിരിക്കുന്ന സ്റ്റോക്കിന്റെ റേറ്റ് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒരു ബിസിനസ്സുകാരൻ അവയർനെസ് ഉള്ളവരായിരിക്കും. അത് ഇലക്ട്രോണിക് കൊമേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോറേജ്, ഈ എന്താ പറയാ, ഒരുപാട് കോസ്റ്റ് കുറച്ചുകൊണ്ട് തന്നെ വേണം ഒരു സാധാരണ കച്ചവടം പോലെ തന്നെ കോസ്റ്റ് ഭയങ്കരമായിട്ടുള്ള ചെലവുകൾ കുറച്ചുകൊണ്ട് വേണം ഇലക്ട്രോണിക് കൊമേഴ്സ് നടത്താൻ. സോ പ്രോസസിങ് കോസ്റ്റ് നിർത്തിയിട്ട് സ്റ്റോറേജ്, കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ഇത് ചെയ്തിട്ട് ടെക്നോളജി ഷുഡ് ഇൻക്രീസ് ദ ആക്യുറസി ഓഫ് ക്വാളിറ്റി. ആ ടെക്നോളജിക്ക് എന്താണ് ക്വാളിറ്റി എന്നുള്ളത് കുറയ്ക്കാൻ പറ്റില്ല. അതിന് ഇൻഫർമേഷൻ ആളുകൾക്ക് കൊടുക്കുന്ന ഇൻഫർമേഷനിലെ ക്വാളിറ്റി ഒന്നും കുറയ്ക്കുന്നില്ല. പക്ഷെ ഇൻഫർമേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നതും ഇലക്ട്രോണിക് കൊമേഴ്സിലും. നെക്സ്റ്റ് കംസ് പേഴ്സണലൈസേഷൻ. അതുപോലെ തന്നെ ഓരോ വ്യക്തിയെയും നമ്മളൊരു വ്യക്തി എന്ന നിലയ്ക്ക് മാനിക്കേണ്ടത് ഒരു ബിസിനസിന്റെ കടമയാണ്. അപ്പൊ ഒരു വ്യക്തി ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എ എന്ന് പറയുന്ന ഒരാൾ വന്ന് നിൽക്കുമ്പോഴും ബി എന്ന് പറയുന്ന ഒരാൾ വന്ന് നിൽക്കുമ്പോഴും ഒരു ഇലക്ട്രോണിക് കൊമേഴ്സിനും ഒരു ട്രഡീഷണൽ കൊമേഴ്സിനും സെയിം ആണ്. നേരത്തെ ഇക്വിബിറ്റി മിസ് പറഞ്ഞ പോലെ തന്നെയാണ് പേഴ്സണലൈസേഷൻ. ഈ ആൾക്ക് വേണ്ടത് എക്ക് വേണ്ടത് എക്കും ബിക്ക് വേണ്ടത് ബിക്കുമാണ് കൊടുക്കുക. അപ്പൊ പാസ്റ്റ് പർച്ചേസ് ബിഹേവിയർ അനുസരിച്ചിട്ട് ഇലക്ട്രോണിക് കൊമേഴ്സിൽ അവർക്ക് കുറെ അധികം കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്, ഈ ട്രഡീഷണൽ ആണ് നിങ്ങൾ മുമ്പ് വാങ്ങിച്ചിരിക്കുന്നത്, അങ്ങനത്തെയാണോ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ പുതിയത് കുറെ വന്നിട്ടുണ്ട്, നമുക്ക് ഇങ്ങനത്തെയാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയല്ല. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് പർച്ചേസ് ആണ് നടത്തേണ്ടത്, ഏത് ഇലക്ട്രോണിക് കൊമേഴ്സിൽ എന്താണ് നമ്മളിപ്പോ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമറിന് ഇപ്പോ അവര് ചോദിക്കുന്നത് എന്താണ്, അതിലേതാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി ആപ്പ് ബേസ്ഡും വെബ് ബേസ്ഡ് ബിസിനസ്സും ഉണ്ട്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് വെബ് ബേസ്ഡ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് ഒരു ഗൂഗിൾ തുറന്നു വെച്ചിട്ട് ആ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് വരെ എത്തുന്നതാണ് വെബ്. ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആമസോണോ ഒരു ഫ്ലിപ്കാർട്ടോ മീഷോയോ മിന്ത്രയോ ഒക്കെ പോലെ ആ ആപ്പിന് തന്നെ അതിന്റെ തന്നെ എന്തുണ്ട്, ഒരു ആപ്പ് പർച്ചേസ് ചെയ്യാനുള്ള ഇൻ ആപ്പ് പർച്ചേസ് ഡിവൈസ് മൊബൈലിലോ ഡെസ്ക്ടോപ്പിലോ ഒക്കെ അവൈലബിൾ ആണ്, ലാപ്ടോപ്പിലോ ഒക്കെ അവൈലബിൾ ആണ്. സോ അതാണ് നമ്മൾ ആപ്പ് ബേസ്ഡും വെബ് ബേസ്ഡും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് ബിൽഡിംഗ്, ഡിസൈനിങ് ആൻഡ് ലോഞ്ചിങ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഒരു ഇ കൊമേഴ്സ് IoT എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വരും. അതായത് ബിൽഡ് ചെയ്യും നമ്മള്, പിന്നെ ഡിസൈൻ ചെയ്യും, പിന്നെ ലോഞ്ച് ചെയ്യും. ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മൾ ആദ്യം തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബിസിനസ് നാഷണലിയും ഇന്റർനാഷണലിയും വളരാൻ സഹായിക്കുന്നതാണ് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ ഒരു ഇ കൊമേഴ്സ് ത്രൂ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. ഒരു രാജ്യത്തിന് തന്നെ ഇലക്ട്രോണിക് കൊമേഴ്സ് ട്രഡീഷണൽ കൊമേഴ്സ് പോലെ തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളെ ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റ് നമ്മൾ ആദ്യം തന്നെ തുറക്കണം. ആദ്യം തന്നെ നമ്മളൊരു വെബ്സൈറ്റ് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. ദെൻ കംസ് SDLC സൈക്കിൾ. SDLC സൈക്കിൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്നാണ് പറയാ. നമ്മൾ അതിനു വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണ്. അതായത് ഒരു സൈറ്റിൽ ആൾക്കാർ കയറുമ്പോൾ തന്നെ ആൾക്കാർക്ക് ലാഗ് അടിക്കാതെ അവർക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ് വരുന്നത്. സോ 2 മോസ്റ്റ് ഇമ്പോർട്ടന്റ് മാനേജ്മെന്റ് ചലഞ്ചസ് ഇൻ ദ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഓഫ് ഡെവലപ്പിംഗ് സക്സസ്ഫുൾ ഇ കൊമേഴ്സ്. അപ്പൊ ആദ്യത്തേത് എന്ന് പറയുന്നത് നമ്മളൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വേണം. നമ്മുടെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്. ഇപ്പൊ മിസ് ഓൺലൈനായിട്ട് ഒരു പിക്കിളിന്റെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് മിസ് ആരംഭിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അതിനാദ്യം തന്നെ മിസ് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ആദ്യം മിസ്സിന്റെ ഒബ്ജക്റ്റീവ്സ്, മിസ്സിന്റെ മിഷൻ, വിഷൻ ഇതൊക്കെ ആയിരിക്കും ആദ്യം വരെ. ആൾക്കാർക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക എന്നുള്ളത് മിസ്സിന്റെ ഒരു മിഷൻ ആണെങ്കിൽ, അതൊരു ഒബ്ജക്റ്റീവ് ആണെങ്കിൽ അത് ആദ്യം തന്നെ മിസ്
സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് മിസ് പറയുന്നുണ്ടാവും ഇ കൊമേഴ്സ് ഈ ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്തരുത് എന്നുള്ളതിന് ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ്, ബിസിനസ് ഒബ്ജക്റ്റീവ് ആയിട്ട് വെക്കും. ദെൻ നമ്മൾ റൈറ്റ് ടെക്നോളജീസ് ഇതിനു വേണ്ടി അഡാപ്റ്റ് ചെയ്യും. നമ്മൾ ബിസിനസ് ഒരു ഇ കൊമേഴ്സ് സൈറ്റിൽ കൂടെ നമ്മൾ വിൽക്കുന്നെങ്കിലും പ്രൊഡക്റ്റ് അവർ ചോദിക്കുമ്പോൾ അവിടെ എത്തിക്കണ്ടേ. സോ ആ ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ടെക്നോളജീസിനെ നമ്മൾ അത് ചെയ്യും, അഡ്വർടൈസ് ചെയ്യും, ബ്രാൻഡ് ചെയ്യും, ഒക്കെ ചെയ്യും. സോ ഇഫക്റ്റീവ് പ്ലാനിങ് ആൻഡ് നോളജ് ബേസ് ഓഫ് ദ 2 ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ എന്താ, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന സാധനം എന്താണ്, സ്ഥിരമായിട്ടുള്ളത് നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ്, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആ മിഷൻ വിഷൻ നമുക്ക് സ്ഥിരമാണ്. ആൾക്കാരുടെ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക, ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്താതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ്. ദെൻ കംസ് നമുക്ക് എന്താണ്, ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ ടെക്നോളജീനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഇപ്പൊ ഒരു ഈ പറഞ്ഞ അച്ചാറിന്റെ ഇത് ചെയ്യണമെങ്കിൽ എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ, ഇപ്പൊ നാരങ്ങ, നെല്ലിക്ക, മാങ്ങ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ മിസ് ചൂസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും, സ്റ്റാഫിനെ എടുക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതിന് തുടർച്ചയായിട്ട് വരും. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത് എന്താണ്, ഒബ്ജക്റ്റ് ഒപ്റ്റിമം റിസൾട്ട് കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും. ദെൻ ഒരു അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യും. SDLC, സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അപ്പൊ ഒരു പ്രൊഡക്റ്റിന് ഒരു ലൈഫ് സൈക്കിൾ ഉള്ള പോലെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതിന് മേജർ സ്റ്റെപ്പ് ആദ്യം തന്നെ പ്ലാനിങ് അല്ലെങ്കിൽ സിസ്റ്റം അനലൈസിസ്. നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യും. ഒരു ഒബ്ജക്റ്റീവ്സ് വെബ്സൈറ്റിൽ എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെ ഡിഫൈൻ ചെയ്യണം, എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ്, എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ അത് ചെയ്യുക. SRS നമ്മൾ മുന്നിൽ വയ്ക്കും. സിസ്റ്റം റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, എത്ര പൈസ വരും, ഒരു ബഡ്ജറ്റ് എത്രയ്ക്കാണെന്നുള്ളത് ഫസ്റ്റ് വരും. പിന്നെ സിസ്റ്റം ഡിസൈൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം മോഡൽ, അതായത് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വേണം. ആൾക്കാർ ഇതിൽ ഏത് വേണം എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് ബിസിനസ്സുമായിട്ട് പോവേണ്ടത് എന്നുള്ള ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് അല്ലേ നടത്തുന്നത്. അപ്പൊ അതിന്റെ പിക്ചറൈസേഷൻ, ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് GUI നമ്മൾ ഉണ്ടാക്കി വെക്കണം. സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ രണ്ടാമത് വരുന്നത് അതാണ്. നമ്മളിങ്ങനെ ഒരു പോർട്ടൽ, വലിയൊരു പോർട്ടലൊക്കെ ആയിട്ട് വരും. നമ്മൾ അച്ചാറിൻ്റെതാണെങ്കിൽ ഇപ്പൊ ഇതിൽ ഏത് അച്ചാർ, ചൂര, കേര, മാങ്ങ, മീൻ, അങ്ങനെയൊക്കെ പല ഇത് വരും. അതിലേത് ആൾക്കാർക്ക് ഏത് ചിത്രത്തുമ്പോ തൊടുമ്പോഴാണ് അവർക്ക് വേണ്ടത് ഏത് എന്നൊക്കെയുള്ള ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ കംസ് ബിൽഡിംഗ് ദ സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പിംഗ് ദ സിസ്റ്റം. ദ ഡിസൈൻ ഈസ് മെയ്ഡ് ഇൻ ടു ഫങ്ഷനിങ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. നമ്മളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് അതിനുശേഷം തുറന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. എന്താണ് അത്, ആൾക്കാർക്ക് ഒരെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ അത് തന്നെയാണോ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ചൂര ചോദിക്കുന്ന ആൾക്കാർക്ക് പോകുന്നത് മാങ്ങയുടെ അച്ചാറാണോ, ഇതില് റോങ് എൻട്രീസ് എന്തെങ്കിലും വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. വെബ്സൈറ്റിന്റെ സ്പീഡ്, കണക്ടിവിറ്റി, പല പേജുകളും തമ്മിലുള്ള, നമ്മുടെ തന്നെ പോർട്ടലിന്റെ പല പേജുകളും തമ്മിലുള്ള കണക്ടിവിറ്റി, ഇതിൽ എറർ വരുന്നത് എവിടെ, ഇതിന്റെ മണി ട്രാൻസാക്ഷൻസ് അത് എത്തുമ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ആ മണി ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇതൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. ദെൻ ഇത്രയും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. ഇംപ്ലിമെന്റേഷൻ ഓർ പബ്ലിഷ്മെന്റ്. അപ്പൊ പബ്ലിഷ് എന്നുള്ളടത്ത് ഇംപ്ലിമെന്റേഷൻ ചെയ്യുമ്പോൾ ഒരു ഹോസ്റ്റിംഗ് കമ്പനി നമ്മൾ സെലക്ട് ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്ന കമ്പനി ആയിട്ട്. ഇത് ഹോസ്റ്റ് അപ്ലോഡ് ദ വെബ്സൈറ്റ് ഓൺ ദ ഇന്റർനെറ്റ് സെർവർ. ഇപ്പൊ ആമസോൺ ആണെങ്കിൽ ആമസോണിൽ തന്നെ പല പ്രോഡക്റ്റിന്റെ പല നല്ല, ഇപ്പൊ കാഞ്ചീപുരത്തിന്റെ സാരികൾ നമുക്ക് കാണാം, അല്ലെങ്കിൽ കൈത്തറി, ബാലരാമപുരം കൈത്തറീസ് കാണാം. അങ്ങനെ പലതും നമുക്ക് അതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെർവറിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് അത് അപ്ലോഡ് ചെയ്യും. ദെൻ SDLC എന്ന് മനസ്സിലായി കാണുന്നു മിസ് വിചാരിക്കുന്നു, സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. ദെൻ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിന്റെ വളരെ ഇന്റഗ്രൽ ആയിട്ടുള്ള പാർട്ടാണ് SDLC മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആപ്പ്, വെബ്സൈറ്റ്, സോഫ്റ്റ്വെയർ, ഇതൊക്കെ നമുക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്.
നമുക്ക് ഒരു ആപ്പുകളെ വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റ്, സോഫ്റ്റ്വെയർ, ഇതെല്ലാം ചേർന്നിട്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോ ഒരു ഇൻക്രിമെന്റൽ പ്രോസസ് മോഡല് ഫോക്കസ് ഓൺ അഡാപ്റ്റബിലിറ്റി. അപ്പൊ നമുക്ക് ആളുകളുടെ ചോയ്സിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നോക്കും. റാപ്പിഡ് ഡെലിവറി, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ആൾക്കാർക്ക് അത് ഇപ്പോ ഈ അച്ചാറിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ സോഫ്റ്റ്വെയർ അവർ ഇന്ന അച്ചാർ ഓർഡർ ചെയ്യുമ്പോൾ അത് തന്നെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ദെൻ നമുക്ക് അജീൽ ആയിട്ടുള്ള മെത്തേഡ്സിന് ഇൻക്രിമെന്റൽ ബിൽഡുകൾ കൊടുക്കും. അപ്പൊ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ് ചെയ്ത് കറക്റ്റ് ആക്കി എടുക്കാം. അഡ്വാൻറ്റേജ്, അങ്ങനെ അജീൽ മെത്തഡോളജീസ് വരുമ്പോ എന്താ, നമുക്ക് ഹൈ സ്പീഡ്, പെട്ടെന്ന് സ്പീഡിൽ സ്ട്രീം ലൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരാം. ഹയർ സ്പീഡ് ഉണ്ടായിരിക്കും. കൺവെൻഷണൽ മുമ്പ് പഴയ വെബ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, HTML പഴയ പ്രോഗ്രാമിനേക്കാൾ കൂടുതൽ ബെറ്റർ പ്രൊഡക്റ്റ് ക്വാളിറ്റി, കുറച്ചും കൂടി നല്ല പ്രോഡക്റ്റുകൾ ക്വാളിറ്റി. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, നമ്മൾ റെഗുലർ ആയിട്ടുള്ള റിഗ്രസ് ആയിട്ടുള്ള ക്വാളിറ്റി ചെക്കുകൾ നമ്മൾ നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് വരാൻ വേണ്ടി. ദെൻ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓൺലൈനിലാണെങ്കിലും അവർ നോക്കുമ്പോൾ അവർക്ക് റിക്വയർമെന്റ്, ഗോള് എല്ലാം ആ എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ, നല്ലതാണോ എന്നുള്ളതിന്റെ ചെക്ക് ചെയ്ത് ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളത് നോക്കുക. ഇതിനടുത്തത് റെഗുലറും റിഗ്രസും ടെസ്റ്റിംഗ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്താൽ, ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിലും ഇ കൊമേഴ്സിൽ അങ്ങനെയാണെങ്കിലും നമ്മൾ ഇത് റെഗുലർ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നുണ്ടാവും. ചെക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആണോ, ഇത് ഓക്കെ ആണോ, ഇതിന്റെ ഗുണനിലവാരം എത്രത്തോളം, പിന്നെ ഈ ആൾക്കാർ ഇത് നോക്കുന്ന സമയത്ത് ഇ കൊമേഴ്സ് സൈറ്റ് വർക്കിംഗ് ആണോ, ആ സൈറ്റ് വർക്കിംഗ് ആണോ എന്നുള്ളതിന്റെ ടെസ്റ്റിങ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ക്വാളിറ്റി ചെക്കപ്പുകൾ നടക്കും. വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ഇത് ഇങ്ങനെ റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി ദെൻ സോഫ്റ്റ്വെയർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതാണ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ടച്ച്, ഒരു കമ്പനീനെ സംബന്ധിച്ച് അവർക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന, അവരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വളരെ ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ. അപ്പൊ റൈറ്റ് കൈൻഡ് ഹാർഡ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. നീഡഡ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ്. അതായത് ഒരു നല്ല ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഇ കൊമേഴ്സ് സൈറ്റ് നന്നായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ടാവും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ്. അത് എത്രത്തോളം വലിയ മാർക്കറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്, ചെറുതാണോ ഉദ്ദേശിക്കുന്നത്, പർപ്പസ് എന്തായിരുന്നു ശരിക്കും നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ളതിന്റെ ആ ഹാർഡ്വെയർ, ഈ സിസ്റ്റം സോഫ്റ്റ്വെയറും അത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കും. ദെൻ നമ്മള് ട്രാഫിക്, അതായത് PHP, ട്രാഫിക്, HTML ഇതൊക്കെ നമ്മൾ നോക്കുക. അതായത് കമ്പ്യൂട്ടറിന്റെ ഭാഷ, അതായത് അതിനറിയുന്ന ഭാഷ ആകെ ബൈനറി ലാംഗ്വേജ് മാത്രമേ അറിയൂ. 1ഉം 0ഉം മാത്രമേ വായിക്കാൻ അറിയുള്ളൂ. അപ്പോ ആ ഒരു ഭാഷയിൽ തന്നെ പലതുണ്ട്. ബേസിക്, കൊബോള്, ഫോർട്രാൻ, ആൽഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഈ ഭാഷ HTML പേജുകളെല്ലാം വളരെ വൃത്തിയായിട്ട് പ്രോസസ് ചെയ്യുന്നുണ്ടോ, ജാവാസ്ക്രിപ്റ്റ്, PHP, ഡാറ്റാബേസ്, അതിന്റെ മീഡിയ ഫയൽസ് ഇതെല്ലാം വർക്കിംഗ് ആണോ, വെബ് സെർവറിന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഇതെല്ലാം നമ്മൾ ഹാർഡ്വെയറിൽ നമ്മൾ എപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കും. ദസ് കംസ് ഹാർഡ്വെയർ ഷുഡ് മീറ്റ് ദ റിക്വയർമെന്റ്സ്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ, ഒരു മൊബൈൽ ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ടാബ്ലറ്റ്, വാട്ട് എവർ ദ ഡിവൈസ് മേ ബി, എന്ത് ഡിവൈസ് ആണെങ്കിലും നമ്മൾ എന്താ, വാട്ട് എവർ ദ ഡിവൈസ് മേ ബി, വി ഷുഡ് അനലൈസ് ദ ഹാർഡ്വെയർ ഓൾസോ. ഹാർഡ്വെയറിനെയും നമ്മൾ പരിശോധിക്കണം. വി ഹാവ് ടു റെഗുലർലി ചെക്ക് ദി ക്വാളിറ്റി നമ്മൾ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം. സോ ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു ദ സൈറ്റ് ആൻഡ് ദ സ്കെയിലബിലിറ്റി ഓഫ് ദ സൈറ്റ്. അപ്പോ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് വിസിറ്റേഴ്സിന്റെ എണ്ണം കൂടുതലായിട്ട് വരും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നല്ലതായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ്, നമുക്ക് അറിയാലോ എന്തൊരു സാധനം ആണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു ചേഞ്ചും വരുത്താതിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ആവശ്യക്കാരുണ്ടാവും. ഒരു ബിസിനസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ്, കൺസ്യൂമേഴ്സിന്റെ എണ്ണം കൂടുന്തോറും, പ്രോഫിറ്റ് കൂടുന്തോറുമാണ് ഒരു ബിസിനസിന് നിലനിൽപ്പുള്ളത്. അതർവൈസ് ഒരു ബിസിനസിന് നിലനിൽപ്പില്ല. സോ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിലും ഈ ഹാർഡ്വെയർ കറക്റ്റ് ക്വാളിറ്റി ചെക്കപ്സ് ഒക്കെ നടത്തി ഹാർഡ്വെയറിനും കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെയാണ് അതിന് നിലനിൽപ്പുള്ളത്. ദെൻ
നമ്മളിപ്പോ സോഫ്റ്റ്വെയറിന്റെ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് സോഫ്റ്റ്വെയറിന്റെ ലാംഗ്വേജുകൾ വരും. എന്തൊക്കെയാണ്? HTML പേജസ്, XML പേജസ് ഉണ്ട്. അതിന്റെ യുണീക്ക് ആയിട്ടുള്ള ഭാഷ ലിനക്സോ അല്ലെങ്കിൽ വേഡോ അങ്ങനെയൊക്കെയുള്ള ഭാഷയിലാണ് സംസാരിക്കുന്നുണ്ടാവുക. ആരുടെ അടുത്ത്? അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ അടുത്ത്. ഇപ്പോ ഇലക്ട്രോണിക് കൊമേഴ്സ് ചിലപ്പോ വെബ് സെർവർ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമായിരിക്കാം, ചിലപ്പോ ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവറിലായിരിക്കാം സംസാരിക്കുന്നത്. ഒരു IIS ഭാഷ എന്ന് പറയുന്നത് അതിന് ഉണ്ടായിരിക്കാം. അപ്പൊ we have to check the software language, HTML pages, HTML languages also. ഔട്ട്സോഴ്സിംഗ് വേഴ്സസ് ഇൻഹൗസ് ഡെവലപ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പൊ പിന്നെ നമുക്ക് ഈ ബിസിനസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്. ബിസിനസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് ബിസിനസ് ഔട്ട്സോഴ്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അതിന് പകരം നമുക്ക് ഇൻഹൗസ് ചെയ്യാൻ പറ്റും. ഇൻഹൗസ് ഡെവലപ്മെന്റ്, നമുക്ക് തന്നെ ആ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാവുന്നത്, നമ്മുടെ ബിസിനസ്സിന് തന്നെ ഇൻഹൗസ് ഡെവലപ്മെന്റ്. അപ്പൊ അതും SDLCയുടെ ഭാഗമായിട്ട് വരും. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ ഭാഗമായിട്ട്, സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ ഭാഗമായിട്ട് വരാം. അപ്പൊ സിസ്റ്റത്തിൽ നമുക്ക് ഔട്ട്സോഴ്സിങ്ങിന് പകരം ഇൻഹൗസ് ഡെവലപ്മെന്റ് വരാം. അപ്പൊ ഇൻഹൗസ് ഡെവലപ്മെന്റിൽ എങ്ങനെയാന്ന് വെച്ചാൽ കമ്പനിയുടെ ഓൺ സ്റ്റാഫ് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാണ് ഫോർ റണ്ണിങ് ദ വെബ്സൈറ്റ് ആൻഡ് ദി ഓൺലൈൻ ബിസിനസ്. ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാണ് ഫോർ റണ്ണിങ് ദ ബിസിനസ്. അത് ഒരു നമ്മള് തന്നെ നമ്മുടെ തന്നെ സ്റ്റാഫ് തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. ഔട്ട്സോഴ്സിംഗ് മീൻസ് ഹയറിങ് എ വെണ്ടർ. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് ഇൻഹൗസിൽ ഒരെണ്ണം ചെയ്യാതിരിക്കുന്ന സമയത്ത് ഒരു പുറത്ത് ഒരാൾക്ക് ഒരു വെണ്ടർ, നമ്മുടെ തന്നെ വീട്ടില് അല്ലെങ്കിൽ വാടകയ്ക്കൊക്കെ കൊടുക്കണ പോലെയുള്ള ഒരു സംഭവമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് ഇൻഹൗസ് എന്ന് അവിടെ ഉള്ള ആള് തന്നെ നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫ് തന്നെ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. ഡെവലപ്പ് ദ ആപ്ലിക്കേഷൻ. കമ്പനി ഹയറിംഗ് എ ടോപ്പ് ആപ്പ് ഡെവലപ്പർ മിനിമൈസ് റിസ്ക്. അപ്പൊ കമ്പനി ഒരു നല്ല ആപ്പ് ഡെവലപ്പറിനെ സെലക്ട് ചെയ്യുന്നു. നല്ലോണം സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാനും ഹാർഡ്വെയർ ഒക്കെ അറിയുന്ന ഒരാളെ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനി മാക്സിമം റിസ്കുകളെ മിനിമൈസ് ചെയ്ത് കുറച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോ ഔട്ട്സോഴ്സിംഗ് എന്ത് കുറയും? BPO അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് കുറയും. ഇൻഹൗസ് ഡെവലപ്മെന്റുകൾ സാധിക്കും. ദെൻ അടുത്തത് നമുക്ക് വരുന്നതാണ് ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക്. ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്കും നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് നമുക്ക്. ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്കും നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാത്തിനും ഒരു ശൃംഖലയുണ്ട്. ഒരു വിതരണ ശൃംഖല, ബിസിനസിന് ഒരു ശൃംഖല, അങ്ങനെയൊക്കെ നമുക്കൊരു ഓരോരുത്തരുടെ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയുന്ന പോലെ കൊമേഴ്സിന്റെ ഒരു വിതരണ ശൃംഖല അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്ക് is used to define and create tools that integrate the information and allow the development of applications for e-commerce business. അപ്പൊ അതായത് നമ്മളെ ഒരു e-commerce ബിസിനസ് നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആ ടൂൾസ്, ഈ ഇൻഫർമേഷൻസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക് നമുക്ക് സിന്തസൈസ് ചെയ്ത. വി ഹാവ് ടു സിന്തസൈസ് ദ ഡൈവേഴ്സ് ബെറ്റർ ആപ്ലിക്കേഷൻ ഓർ റിസോഴ്സസ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഡാറ്റ. എവിടെ നിന്നൊക്കെയാണ് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് അതെല്ലാം ഗ്യാദർ ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ, ഒരു ബെറ്റർ ആപ്ലിക്കേഷന് വേണ്ടി ഇത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. E-commerce architectural framework has 6 layers of functionality. ശരിക്കും പറഞ്ഞാൽ E-commerceന് 6 ലെയർ ഉണ്ട്, 6 ലെയർ ഓഫ് ഫങ്ഷണാലിറ്റി ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വരുന്നത് ആപ്ലിക്കേഷൻ ലെയർ സർവീസ് ആണ്. അപ്പൊ അതായത് ഫസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷന്റെ ലെയർ സർവീസേ വരുള്ളൂ. അപ്പൊ നമ്മൾ ഓരോന്നിനും ഒരു ഓർഡർ ഉള്ള പോലെ ഈ ആപ്ലിക്കേഷൻ ലെയർ സർവീസ് ഫസ്റ്റ് നമുക്ക് വരുന്നത് ഈ ആപ്ലിക്കേഷന്റെ ലെയർ സർവീസ് ആണ്. ദെൻ ബ്രോക്കറേജ് സർവീസ്, ഡാറ്റ ഓർ ട്രാൻസാക്ഷൻ മാനേജ്മെന്റ് സെക്കൻഡ് വരും. ഇന്റർഫേസ് സപ്പോർട്ട് ലെയേഴ്സ് മൂന്നാമത് വരും. സെക്യൂർ മെസ്സേജിങ്, സെക്യൂരിറ്റി, ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ഇന്റർചേഞ്ച് അടുത്തതായിട്ട് വരും. അടുത്തത് മിഡിൽ വെയർ സ്ട്രക്ചേർഡ് ഡോക്യുമെന്റ് ഇന്റർചേഞ്ച് വരും. അതിനുശേഷം മാത്രമേ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറും ബേസിക് കമ്മ്യൂണിക്കേഷൻ സർവീസസും വരും. ഇതൊക്കെ ഓരോ സർവീസുകളുടെ പേരാണ്. ഇത് നമ്മൾ പഠിക്കണം. നമുക്ക് SAക്ക് വേണ്ടി SA ആയിട്ട് നമ്മളോട് ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക്? എല്ലാം ഇമ്പോർട്ടന്റ് ആണ്.
എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക് നമുക്ക് എസ്സേ ആയിട്ട് നമ്മളോട് ചോദിക്കാവുന്ന ചോദ്യമാണ്. 15 മാർക്കിനൊക്കെ നമുക്ക് എസ്സേ വരുന്നുവല്ലോ. അപ്പോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ഈ 6 ലെയേഴ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഓർഡർ തെറ്റി പോവരുത്. അതിൽ ഫസ്റ്റ് വരുന്നത് ആപ്ലിക്കേഷന്റെ ലെയർ സർവീസ് ആണ്. ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷന്റെ അതിന്റെ ലെയർ സർവീസുകൾ ആദ്യം വരും. അത് കഴിഞ്ഞ് അതിന്റെ അതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബ്രോക്കറേജ് സർവീസുകൾ, അതിന്റെ ഡാറ്റകള്, ട്രാൻസാക്ഷൻസ്, ഇതിന്റെയൊക്കെ മാനേജ്മെന്റ് വരും. ഇത് കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസും സപ്പോർട്ട് ലെയറുകളും വരും. പിന്നെ കഴിഞ്ഞാണ് നമുക്ക് സെക്യൂർ ആയിട്ടുള്ള മെസ്സേജിങ്, സെക്യൂരിറ്റി മെസ്സേജുകൾ, ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ഇന്റർചേഞ്ചുകളൊക്കെ വരാം. ഇതിന് ശേഷമാണ് മിഡിൽ വെയർ, സ്ട്രക്ചേർഡ് ഡോക്യുമെന്റ് ഇന്റർചേഞ്ച് ഒക്കെ വരാം. ഇതിനും ശേഷം മാത്രമേ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ബേസിക് കമ്മ്യൂണിക്കേഷൻ സർവീസ് വരൂ. ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താ പറയാ, നമുക്ക് ആ ജിയുമായി ബന്ധപ്പെട്ട് ആ കറക്റ്റ് നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വരികയുള്ളൂ. അപ്പോൾ ഓൾ ദീസ് ലെയേഴ്സ് ആർ ലിങ്ക്ഡ് ആൻഡ് ഹെൽപ്പ് ഇൻ ഇന്റഗ്രേറ്റിംഗ് ഇൻഫർമേഷൻ ആക്സസ് ആൻഡ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇതിൽ നമ്മളെ എല്ലാത്തിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും എന്ത് സഹായിക്കും? നമ്മളെ ഈ പറഞ്ഞ 6 ലെയറുകളും കൂടി ചേർന്ന് കഴിയുമ്പോൾ സഹായിക്കും. ദേ പ്രൊവൈഡ് യൂണിക്ലി പവർഫുൾ സൊല്യൂഷൻസ് വെൻ ദേ ആർ ഇന്റഗ്രേറ്റഡ്. അപ്പോ ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർചേഞ്ച് നടക്കണമെങ്കിൽ ഈ സെല്ലറും ബയ്യറും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ്, ഒരു ഇത് നടക്കണമെങ്കിൽ ഈ 6 ഇതും ലിങ്കുകളും കറക്റ്റ് ആയി കഴിയുമ്പോൾ മാത്രമേ യൂണിക്ലി പവർഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വരികയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഡൊമൈൻ നെയിം സിസ്റ്റം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഡൊമൈൻ നെയിം സിസ്റ്റം പറഞ്ഞല്ലോ, സിസ്റ്റം ഡൊമാറ്റിക് ലൈഫ് സൈക്കിൾ ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഡയറക്ടറി service that provides a mapping between the name of a host of the network and its numerical address. നമ്മളിപ്പോ www.amazon.in എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഈ www എന്ന് പറയുന്നത് അതിന്റെ ആ വെബിന്റെ ഒരു പേരും, ആമസോൺ എന്ന് പറയുന്നത് ആ www എന്ന് പറയുന്നത് ഹോസ്റ്റിന്റെ പേരും, amazon.in എന്നുള്ളത് ഡൊമൈൻ നെയിമും ആണ്. ഇനി വെബ് സെർവർ ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. വെബ് സെർവർ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ദ സെർവർ ആൻഡ് ക്ലയന്റ് കമ്മ്യൂണിക്കേറ്റ് ഇൻ സ്റ്റാൻഡർഡൈസ്ഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഓഫ് ദ വേൾഡ് വൈഡ് വെബ്. ഈ സെർവറും ഈ ക്ലയന്റും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആ ഒരു ലിങ്ക് വെച്ചിട്ടാണ്. ഈ സെർവർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ആണ്. ഒരു HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അപ്പോ അതർ പ്രോട്ടോകോൾ റെസ്പോണ്ട് ടു ക്ലയന്റ് റിക്വസ്റ്റ്. മറ്റുള്ള പ്രോട്ടോകോൾസ് എന്താണ്, ക്ലയന്റിന്റെ റിക്വസ്റ്റിനോടാണ് എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളായിട്ടാണ് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ വെബ് സെർവർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സെർവ് ചെയ്യുന്നത്, വെബുമായിട്ട് സെർവ് ചെയ്യുന്നത്. ഇനി ക്ലയന്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റ് ഒരു ബ്രൗസർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലയന്റ് ഇപ്പൊ ഒരു അച്ചാറിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെ സൈറ്റിലോ അല്ലെങ്കിൽ ഒരു ഡയമണ്ടിന്റെ സൈറ്റിലോ ജ്വല്ലറിയുടെ സൈറ്റിലോ ചെരുപ്പിന്റെ സൈറ്റിലോ ഒക്കെ കയറുന്ന ഒരാള് ഒരു ഇന്റർനെറ്റ് എക്സ്പ്ലോററോ ഒരു ഫയർഫോക്സോ ഒരു ക്രോമോ ഒക്കെ ഉപയോഗിച്ച് ഒരു വെബ് സെർവറിൽ നിന്ന് ഒരു സംഭവത്തിന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ ചിലപ്പോ ഒരു കോഡോ ഒരു കണ്ടന്റ് റെസ്പോണ്ടോ ഉണ്ടായിരിക്കും. ചിലപ്പോ അയാൾക്ക് അത് വേണ്ടാന്ന് തോന്നുമ്പോൾ അയാൾ അത് പർച്ചേസ് ചെയ്യാതെ ബാക്ക് എടുക്കും. ചിലപ്പോൾ അയാൾക്ക് അത് വേണമെങ്കിൽ ആ ഒരു ഐറ്റത്തിന് പൈസ കൊടുത്ത് പേ ചെയ്ത് മേടിക്കുന്നു. അപ്പോൾ ഒരു സെല്ലറും ബയറും തമ്മിലുള്ള ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നു. ദ വെബ് സെർവർ ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഇൻ വേരിയസ് വേസ്. ദർ ഇസ് ആൻ ഇന്റർചേഞ്ച് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ദ ബയർ. ഈച്ച് ഹാസ് ചേഞ്ചിങ് ഫീച്ചേഴ്സ്. എക്സ്റ്റൻഷൻസ് ആർ കോൺഫിഗറേഷൻസ്. അപ്പോ നമുക്ക് എക്സ്റ്റൻഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പല പല എക്സ്റ്റൻഷൻസ് വരും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വേണമെങ്കിൽ എടുത്താൽ മതി. കോൺഫിഗറേഷൻസ് സം ഓഫ് ദം ആർ അപ്പാച്ചെ, HTTP സെർവർ, NGINX, CADI, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. The web server accesses the file stored and sends the file to the client with a status code. വെബ് സെർവർ ഒരു ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതിൽ നിന്ന് ആക്സസ് ചെയ്തിട്ട് ക്ലയന്റിന് ഒരു സ്റ്റാറ്റസ് കോഡ് കൊടുക്കുന്നു. അപ്പൊ ക്ലയന്റ് തീരുമാനിക്കുകയാണ് ഇത് വേണോ ഇത് വേണ്ട.
ഇപ്പൊ ഇമ്പാക്ട് ഓഫ് എമർജിംഗ് ടെക്നോളജീസ് ഓഫ് ഇ കൊമേഴ്സ്. അപ്പൊ പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ്, ഇപ്പൊ എമർജിംഗ് ആയിട്ടുള്ള കുറേ അധികം ടെക്നോളജീസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇ കൊമേഴ്സിൽ എങ്ങനെയാണ് അതിന്റെയൊക്കെ ഒരു ഇമ്പാക്ട് എന്ന് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ മിസ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽപ്സ് ഇൻ ഇ കൊമേഴ്സ്. പക്ഷെ എന്ത് സംഭവിച്ചാല് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളാണ്. നമ്മൾ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാവുമ്പോ അതിന് ഒരു ഇതും കൂടി തിരിച്ചൊരു ഇതുണ്ട്. അപ്പോ നമ്മൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദ പാറ്റേൺ വി ആർ ഫോളോയിങ്. നമ്മളിപ്പോ 6 ലെയേഴ്സ് പറഞ്ഞു. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തുമ്പോ നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണ്. അപ്പോ അത് മനസ്സിൽ വെക്കുക. ട്രാൻസ്പെറന്റ്ലി ഇമ്മേഴ്സീവ് ടെക്നോളജീസ് ആൻഡ് എമർജിംഗ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. എമർജിംഗ് ടെക്നോളജീസ് ഹാവ് ഇൻഫ്ലുവൻസസ് ഓൺ എവറി സെക്ടർ. അപ്പോ പുതിയ പുതിയ ടെക്നോളജികൾക്ക് എല്ലാ സെക്ടറിലും ഒരു ഭയങ്കര ഒരു ഇതുള്ള പോലെ തന്നെ ഇ കൊമേഴ്സ് പുതിയ ടെക്നോളജിനെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൺസ്യൂമറിന് ബെറ്റർ ഈസിയർ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടും ബെറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊഡക്റ്റും സർവീസും ഒക്കെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പ് ചോദിക്കുന്നു. വി ഷാൾ ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് എമർജിംഗ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതിന്റെ എഫക്റ്റ് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കാൻ ബാധകമാണ്. അപ്പൊ മൊബൈൽ ഡിവൈസസ് ആൻഡ് മൊബിലിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ കൊമേഴ്സ്. അപ്പോ നമ്മൾ മൊബൈലിൽ നമുക്ക് ഇപ്പൊ എന്താ വാട്സപ്പിൽ മെറ്റ AI വന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമൊക്കെ സഡൻ ആയിട്ട് പറഞ്ഞു തരും. നമ്മൾ മനുഷ്യൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ചാറ്റ് ബോട്ട്, അതൊക്കെയാണ് ഉള്ളത്. ഇപ്പൊ മൊബൈൽ ഡിവൈസസ് ആൻഡ് മൊബിലിറ്റി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും റെക്ലെസ് എന്നൊക്കെ ഒരു വാക്ക് ചോദിച്ചാൽ ആ റെക്ലെസിന്റെ ആൻസർ കെയർലെസ് ആണ്, അല്ലെങ്കിൽ ശ്രദ്ധയില്ല എന്നൊക്കെയാണെന്ന് നമ്മളോട് പറഞ്ഞു തരും. നമ്മൾ ചോദിക്കുന്നതിനുള്ള ആൻസർ പറയാണ്. അപ്പൊ ഈ വാട്ട് ആർ ദ തിങ്സ് ഐ ഹാവ് ടു ചെക്ക് ബിഫോർ, അല്ലെങ്കിൽ പഠിക്കാൻ മടിയാണെങ്കിൽ അപ്പൊ നമ്മൾ ചോദിക്കില്ല, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മളെ തിരുത്തി തരും. പഠിക്കാൻ വേണ്ടിയുള്ള യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ എക്സാമിനേഷൻ, യു ഹാവ് ടു വെരി കെയർഫുൾ അബൌട്ട് യുവർ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ ഉപദേശങ്ങൾ തരും. അപ്പൊ ഇങ്ങനെയൊക്കെ അതിനെ അങ്ങനെ ആക്കി വച്ചിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്ക് ഇലക്ട്രോണിക് കൊമേഴ്സിൽ ഹെൽപ്പ് ചെയ്യും. പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ടെക്നോളജി. ഇനി മൊബൈൽ ഡിവൈസസിലെ മൊബിലിറ്റി, അതുപോലെ നമുക്ക് എല്ലായിടത്തും നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നടന്ന് നമുക്ക് അവിടെ നിന്നൊക്കെ ഓരോ പ്രോസസ് ചെയ്തെടുക്കാം, മേടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള യൂസർ ഇന്റർഫേസ്, അതായത് ഒരാൾക്ക് അയാളുടെ ഒരു മെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ ആമസോണിൽ മിസ്സിന് ഒരു പാസ്വേഡും ആമസോണിന്റെ ഒരു മെയിൽ ഐ ഡി ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ മിസ്സിന്റെ മെയിൽ ഐ ഡിയും പാസ്വേഡ് വെച്ച് മിസ് മാത്രം കയറിയിട്ട് മിസ്സിന് പർച്ചേസ് ചെയ്യാവുന്ന ഒരു യൂസർ ഇന്റർഫേസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ അവിടെ അവര് ചാറ്റ് ബോട്ടിന് ഹെൽപ്പിനായിട്ട് വിടും. എന്തെങ്കിലും വേണോ, ഇതൊക്കെയാണോ, ഇതാണോ എന്നൊക്കെയുള്ള ഒരു ഇന്റർഫേസിന് അതിനകത്തേക്ക് ഉപയോഗിക്കാം. ദെൻ ബിഗ് ഡാറ്റ ആൻഡ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ കൊമേഴ്സ്. അപ്പോ വലിയ ഡാറ്റ അനലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെയും കളക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡാറ്റ സെന്ററിൽ നിന്ന് ആക്സസ് ചെയ്ത് കിട്ടുന്നു. ഇപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോ നമ്മുടെ ഒരു പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുടെ എല്ലാ വിവരങ്ങളും ആ പഞ്ചായത്തിന്റെ രൂപരേഖകളും മുനിസിപ്പാലിറ്റിയിലും അങ്ങനെയൊക്കെ താലൂക്കിലും ഒക്കെ ഉള്ളതുപോലെ ഒരു ഇലക്ട്രോണിക് കൊമേഴ്സിന്റെ അതിന്റെ സെർവറിൽ ഒരുപാട് വിവരങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ സെർവർ ചെന്ന് കിടക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? സെർവറിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ആ സെർവറിൽ പോയി കിടക്കുള്ളൂ. നമ്മൾ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നില്ല, നമ്മുടെ പ്രൈവറ്റ് പ്രൊഫൈൽ ആണെങ്കിൽ അതൊന്നും സെർവറിൽ പോകുന്നില്ല. അങ്ങനെ പോകാൻ പാടില്ല, അത് തെറ്റാണ്. അതർവൈസ് നമ്മൾ സെർവറിലേക്ക് ഇടുന്നത് ഗൂഗിൾ ഫോട്ടോയിലേക്കൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പൊ അവിടെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് 4 ബിഗ് ഡാറ്റ ഒരു 4 വീസ് വെച്ച് ക്യാരക്ടറൈസ് ആണ്: വോളിയം, വെലോസിറ്റി, വെറൈറ്റി, വെറാസിറ്റി. അപ്പൊ ഈ 4 വെച്ച് കഴിഞ്ഞാല് ഫേംസ് ഇതൊക്കെ ഉപയോഗിക്കുന്നു. ഫേംസ് എങ്ങനെ ഉപയോഗിക്കുന്നത്? പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഡാറ്റ, അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഇത്രയും ആൾക്കാർ ഇത്രയും ഐസ്ക്രീംസ് യൂസ് ചെയ്യുന്നു, എന്താ പറയാ, അരുൺ ഐസ്ക്രീം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ
ഇനി ആൾക്കാർക്ക് കുറെ കൂടി ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള ഐസ്ക്രീം ഏതൊക്കെയാണ്? അപ്പൊ ഐസ്ക്രീം ഇഷ്ടമുള്ള കുറെ പേര്. അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ പ്രഡിക്റ്റ് ചെയ്യുന്നു. പ്രഡിക്റ്റിംഗ് അനലിറ്റിക്സ്, അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടാണ്. അടുത്തത് ഡാറ്റ മൈനിങ്. അത് ഈ വിവരങ്ങള് ഈ ആൾക്കാര് പഠിക്കുന്ന പിള്ളേര് അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചൊക്കെ ഇത് ചെയ്യില്ലേ, അതുപോലെ വിവരങ്ങൾ മൈൻ ചെയ്തെടുക്കുന്നു പറഞ്ഞാൽ ശേഖരിച്ച് കുഴിച്ചൊക്കെ എടുക്കുന്നു നമ്മള്. ഈ സ്വർണം AU എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളിത് കുഴിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ വിവരങ്ങളെ ശേഖരിച്ച് ഇങ്ങനെ എടുക്കുന്നു. എന്തിനു വേണ്ടി? ഫേംസ്, ഇലക്ട്രോണിക് കൊമേഴ്സിന് വേണ്ടി. ദെൻ കംസ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ സ്ഥിതി വിവര കണക്ക്. ഒരു ഇത്രയുമാണ് ഉള്ളത് ഒരു രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് ഇത്രയും ആളുകൾ, ഇത്രയൊക്കെയാണ് ആൾക്കാര്, ഒരു സാരി പാറ്റേൺ, ഗൗൺ യൂസ് ചെയ്യുന്നവരുടെ പാറ്റേൺ, ഇങ്ങനത്തെ ചെരുപ്പുകളുടെ പാറ്റേൺ, ഇപ്പോഴത്തെ ട്രെൻഡ്, ബിസിനസിന്റെ ട്രെൻഡ്, ഇങ്ങനെയൊക്കെയുള്ള എന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവര കണക്ക്. പിന്നെ നമുക്ക് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു വെറസിറ്റിയിൽ വരുന്നത് നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും അറിയാത്തതിനോട് ചോദിക്കാം. ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, AI, ML, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും, ഇത് രണ്ടും ചേർന്നാണ് നമുക്ക് ബിസിനസ് ഓർഗനൈസേഷനെ ബെറ്റർ ഡിസിഷൻസ് എടുത്തിട്ട് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ട്രെൻഡുകൾ എന്തൊക്കെ ആയിരിക്കും എന്നവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മളടുത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, AGI ആൻഡ് മെഷീൻ ലേണിംഗ്, ML ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ-കൊമേഴ്സ്. ഇപ്പൊ ഈ പറഞ്ഞതിന്റെയൊക്കെ എന്താ പറയാ, ഇമ്പാക്ട് എന്താണെന്ന് ചോദിക്കാണ്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചു, കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിയുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ സമയത്ത്, റൈറ്റ് ഫ്രം സെർച്ചിങ് ദി ഇന്റർനെറ്റ് ടു വാച്ചിങ് ദ സീരീസ്, നമ്മൾ ചില സമയത്ത് മൂവി കാണാൻ സമയത്ത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത്, പിന്നെ പേഴ്സണലൈസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത്, റിയൽ ടൈം ആയിട്ട് ടാർഗറ്റ് ഇന്റന്റ് ചെയ്യുന്ന സമയത്ത്, വോയിസ് അസിസ്റ്റന്റ്, അതായത് ബിസിനസിന് ചില വോയിസ് അസിസ്റ്റന്റ്, റെക്കമെൻഡേഷൻ എൻജിൻ, ചാറ്റ് ബോക്സ് സപ്പോർട്ട്, ഇതൊക്കെ കിട്ടാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇതൊക്കെ ഇ-കൊമേഴ്സിൽ സഹായിക്കാറുണ്ട് നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത്. ഇനി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അടുത്തതാണ് നമുക്ക് വരുന്ന IoT, IIoT, ഡിജിറ്റൽ ട്വിൻസ്, അതിന്റെ ഇമ്പാക്ട്സ് ഇ-കൊമേഴ്സിൽ. ഇതൊക്കെ ഇങ്ങനെ കുറെ ഉണ്ട് ഇ-കൊമേഴ്സിൽ എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് നാലാമതായിട്ട് വരുന്ന എമർജിംഗ് ആയിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഒന്ന് മൊബൈൽ ഡിവൈസസ്, മൊബിലിറ്റി ഇമ്പാക്ട്, രണ്ട് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ-കൊമേഴ്സ്. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AGIയും MLഉം. അടുത്തതാണ് IoT, IIoT, ഡിജിറ്റൽ ട്വിൻസ്, ഇ-കൊമേഴ്സ്. അപ്പൊ IoT എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. നമുക്ക് സാധനങ്ങളെ ഇൻഡസ്ട്രിയൽ, അതായത് ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്, ഡിജിറ്റൽ ട്വിൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾക്ക് ഇ-കൊമേഴ്സിൽ ഇമ്പാക്ട് ഉണ്ട്. അപ്പോ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇനി ദീസ് ഡിവൈസസ് റേഞ്ച് ഫ്രം ഓർഡിനറി ഹൗസ് ഹോൾഡ് ഒബ്ജക്ട്സ് ടു സോഫിസ്റ്റിക്കേറ്റഡ് ഇൻഡസ്ട്രിയൽ ടൂൾസ്. നമുക്ക് ചെറിയ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തുടങ്ങി, ഇപ്പൊ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സൈറ്റ് ഒക്കെ തുടങ്ങിയ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ചെയ്ത് വാണിജ്യം ഒക്കെ ചെയ്യാം, കച്ചവടം ചെയ്യാം. ചെറിയ രീതിയിൽ പപ്പടം, അല്ലെങ്കിൽ ഓരോന്നും ഇപ്പൊ മോറം, ചൂല്, വള, ഇങ്ങനെയൊക്കെ ബിസിനസ്, അതായത് ആൾക്കാർക്ക് പതിയെ പതിയെ വലിയ വലിയ ബിസിനസ്സുകൾക്ക് ആരംഭിക്കാം. ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സിലേക്ക് കിടക്കുമ്പോഴാണ് കുറച്ചും കൂടി. ഇപ്പൊ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അപ്പൊ ആദ്യം തന്നെ എല്ലാത്തിനെയും നമുക്ക് ഇന്റർനെറ്റ് ചെയ്ത് കച്ചവടം ചെയ്യാൻ നമുക്ക് സാധിക്കും. ദെൻ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഈസ് കണക്ടിങ് ആൻഡ് എക്സ്ചേഞ്ചിങ് ഡാറ്റ വിത്ത് ദ അതർ ഡിവൈസസ് ആൻഡ് സിസ്റ്റം ഓവർ ദ ഇന്റർനെറ്റ്. നമുക്ക് മറ്റുള്ള സിസ്റ്റങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇനി
These devices range from ordinary household objects നമ്മൾ പറഞ്ഞു. ഇനി ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ മെഷീൻസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പീപ്പിൾ എനേബിളിംഗ് ഇന്റലിജന്റ് ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ യൂസിങ് അഡ്വാൻസ്ഡ് ഡാറ്റ. അപ്പൊ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മെഷീൻസും കമ്പ്യൂട്ടേഴ്സും ഇന്റർനെറ്റും ഒക്കെ പിന്നെ വരും. അപ്പൊ അത് കുറെ കൂടി ഇൻവോൾവ് ചെയ്ത് ആളുകൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ബിസിനസ് ഡാറ്റ ഇൻഫർമേഷൻസ് കൊടുക്കും. ദെൻ കംസ് ഡിജിറ്റൽ ട്വിൻസ്. ഡിജിറ്റൽ ട്വിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വിർച്വൽ പ്രസന്റേഷൻ കാണിക്കും. ഇപ്പൊ ഒരു തമ്പുരു എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങാനായിട്ട് ഓൺലൈൻ നോക്കുക, അല്ലെങ്കിൽ ചിലങ്ക നോക്കാണ്, അല്ലെങ്കിൽ നമ്മളൊരു നല്ല സാരി നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു വിർച്വൽ റെപ്രസെന്റേഷൻ അവർ കാണിക്കുന്നല്ല. അത് പ്രൊഡക്റ്റിന് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. സോഫ്റ്റ്വെയറിൽ ആ പ്രൊഡക്റ്റിന്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകേപ്പബിൾ ടു ടച്ച് ആണ്, നമുക്ക് തൊടാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് പോലെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. ബോഡി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, മനസ്സ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മനസ്സിന്റെ സാന്നിധ്യം ഉണ്ട് ഒരാളുടെ കൂടെ, മനസ്സ് നമ്മുടെ കൂടെ തന്നെയാണ്. അപ്പോ എന്ന് പറയുന്ന പോലെ ഞാൻ എന്റെ മികച്ച ചെങ്ങാതി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡിജിറ്റൽ ട്വിന്നിനെ നമുക്ക് കാണിച്ചു തരും. ഒരു സാരി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു കാഞ്ചീവരം ഒരു മോഡൽ കാണിക്കും, ഒരു പാലക്ക മാല കാണിക്കുന്ന സമയത്ത് അതിന്റെ ഒരു മോഡൽ കാണിച്ചു തരും. അപ്പൊ ഐ ഹാവ് ടു ചൂസ് വെദർ ടു ചൂസ് ഓർ ദിസ്, ഡ്രോപ്പ് ഓർ ദിസ്. അപ്പൊ അങ്ങനെ ഒരു ചോയ്സ് വരും, അത് ഡിജിറ്റൽ ട്വിൻ ആണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു ചോയ്സ് പറയും, ഇത് വേണ്ട ഇത് വേണം, ഒരു തവണ പറഞ്ഞാൽ മതി. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻ സിമുലേഷൻ. അപ്പോ ആ വിർച്വൽ റെപ്രസെന്റേഷനിലാണ് ഡിസൈൻ, സിമുലേഷൻ, മോണിറ്ററിംഗ്, ഒപ്റ്റിമൈസേഷൻ, സർവീസിങ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ഒരു ഡിജിറ്റൽ ട്വിന്നിനെ കാണിച്ചു തരും. നമ്മളൊരു ചിലങ്ക നോക്കുന്ന സമയത്ത് ആ ചിലങ്കേനെ നമുക്ക് കാണിച്ചു തരുമ്പോ ഇഷ്ടമുണ്ടെങ്കിലാണല്ലോ നമ്മൾ അത് മേടിക്കുക. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, ഡിജിറ്റൽ ട്വിൻ അവിടെ വരുന്നു. ദെൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ദെൻ ഇ കൊമേഴ്സ് ഫിംസ് നൗ ഹാവ് ഓട്ടോമേറ്റഡ് വെയർ ഹൗസസ്. അപ്പൊ ഇ കൊമേഴ്സുകൾക്ക് എന്തുണ്ട്, വെയർ ഹൗസുകൾ ഉണ്ട്. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ളത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ ഇ കൊമേഴ്സിന് വെയർ ഹൗസ് ഉണ്ട്. അത് ഇഫക്റ്റീവ് ആണ്, അഡാപ്റ്റബിൾ ആണ്, ക്വിക്ക് ആണ്, ട്രസ്റ്റ് വർത്തി ആണ്. അതായത് നമുക്ക് ഇപ്പൊ മിസ് ആമസോണിൽ നിന്ന് ചിലങ്കിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോ അല്ലെങ്കിൽ സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മിസ്സിന് വളരെ നല്ല അനുഭവമുള്ള ഒരു സൈറ്റാണ് ആമസോൺ എന്ന് പറയുന്നത്. അപ്പോ അതിനകത്ത് ഓട്ടോമേറ്റഡ് വെയർ ഹൗസിൽ നിന്ന് അവര് ഇഫക്റ്റീവ് ആയിട്ടും അഡാപ്റ്റബിൾ ആയിട്ടും പറഞ്ഞ സമയത്ത് തന്നെ കൊണ്ടുവരിക, ക്വിക്കായിട്ട് കൊണ്ടുവരിക, പൈസ കൊടുത്ത പൈസക്ക് മൂല്യമുള്ളത് ട്രസ്റ്റ് വർത്തി ആയിട്ട് കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് തരുന്നു. അപ്പൊ സച്ച് വെയർ ഹൗസ് ഓപ്പറേഷൻസ് ഡിക്രീസ് കോസ്റ്റ്. അപ്പൊ അങ്ങനത്തെ വെയർ ഹൗസ് ഓപ്പറേഷൻസ് കറക്റ്റ് ആയിട്ട് നടത്തുമ്പോൾ പൈസ കുറവ്, അവർക്ക് ചെലവ് കുറയും, ബിസിനസ് ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പൊ ഇത്രയുമാണ് അതിൽ വരുന്നത്. അത് അടുത്തത് ഡി കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്ന അപ്പൊ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഡിജിറ്റൽ ട്വിൻസ്, ഇമ്പാക്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്, എഡ്ജ് കമ്പ്യൂട്ടിങ്, ഫോഗ് കമ്പ്യൂട്ടിങ്, പിന്നെ ഇതിന്റെയൊക്കെ ഇ കൊമേഴ്സിലുള്ള ഇമ്പാക്ട്, ഇതാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിങ് എന്നൊരു ടെക്നോളജി അലോ ബിസിനസ് എന്റർപ്രൈസ് ടു ലോഞ്ച് ആപ്ലിക്കേഷൻസ്. അപ്പൊ ആൾക്കാർക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് ഇതില് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ, അതായത് ബിസിനസിന്റെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ആളുകൾക്ക് ഇതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ലോഞ്ചിങ് വളരെ സൂൺ ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നു ഇ കൊമേഴ്സ്. ദെൻ ഇത് ഹെൽപ്സ് ദി ബിസിനസ് ടു ഹാവ് ആക്സസ് ദി ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ബിഗ് ഡാറ്റ സ്റ്റോറേജസ്. അപ്പൊ അതുപോലെ തന്നെ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്നു ഡിലേ ഇല്ലാതെ. ക്ലൗഡ് ബേസ്ഡ് ഇ കൊമേഴ്സ് സൊല്യൂഷൻസ് ആർ കോസ്റ്റ് ഇഫക്റ്റീവ്. അതുപോലെ ക്ലൗഡ് ബേസ്ഡ് ഇ കൊമേഴ്സ് അപ്പൊ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ചെലവ് വരുന്നില്ല. കോസ്റ്റ് ഇഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ അധികം ചെലവ് വരുന്നില്ല. സ്കെയിലബിൾ, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഇത്ര വിസ്തൃതിയിലാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ എത്ര ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് കുഡ് ബി കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ് ഓപ്ഷൻ അവൈലബിൾ ടു ദോസ് എന്റർപ്രൈസസ് ദാറ്റ് നീഡ് ടു ആക്സസ് ടെറാബൈറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ്. അപ്പൊ എത്ര എന്താ പറയാ, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ് അങ്ങനെയൊക്കെയാ പോകുന്നത്. ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ ജിഗാബൈറ്റും കഴിഞ്ഞ് ഒരുപാട് ഇൻഫർമേഷൻ ആയി. അത്രയും ഇ കൊമേഴ്സ് ഡാറ്റ ഉള്ള എടുത്തു കഴിഞ്ഞ സ്ഥാപനങ്ങൾക്ക് ആ ഇ കൊമേഴ്സ് നടത്താം. പിന്നെ വരുന്നതാണ് ബ്ലോക്ക് ചെയിൻ ഇമ്പാക്ട്. അപ്പോ ഇ കൊമേഴ്സ് തന്നെ ബ്ലോക്ക് ചെയിൻ ഇമ്പാക്ട് ഉണ്ട്. ആ ബ്ലോക്ക് ചെയിൻ ഇമ്പാക്ട് എന്ന് പറയുന്നതിൽ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിക്ക് വളരെ യൂസ്ഫുൾ ആണ്. അതിലെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള്
ഒരു ഗ്രേറ്റ് ടെക്നോളജി ആണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യാനുള്ള വലിയ ഒരു ടെക്നോളജിയാണ് എന്ത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈസ് ഓൾവേസ് ഓപ്പൺ സോഴ്സ് ആൻഡ് അതർ യൂസേഴ്സ് ആർ ഡെവലപ്പേഴ്സ് ക്യാൻ മോഡിഫൈ. അവർക്ക് അതിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഈ ഓപ്പൺ സോഴ്സ് ആണ് എന്നുള്ളത് കൊണ്ട് ആളുകൾക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ഫിനാൻഷ്യൽ റെക്കോർഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഇറ്റ് അലോസ് പിയർ ടു പിയർ ആൻഡ് ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസ് വിത്തൗട്ട് എ തേർഡ് പാർട്ടി. അതായത് ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മളൊരു സാധനം മേടിക്കാൻ ഒരു കടയിൽ ചെല്ലുന്നു, മേടിക്കുന്നു, പൈസ കൊടുക്കുന്നു, വാങ്ങുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈ കൊമേഴ്സിൽ സാധ്യമാണ്. ഒരു സാധനം ഇഷ്ടപ്പെടുന്നു, അതിന്റെ ഒരു ഡിജിറ്റൽ ടിൻ കാണുന്നു, പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓക്കെ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, പേയ്മെന്റ് ചെയ്യുന്നു, ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നു, മേടിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ല. ഒരു മൂന്നാംകാരൻ, ഒരു ദല്ലാൾ, അങ്ങനത്തെ ഒരു ആവശ്യമില്ല അതില്. ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ് ടു ദ യൂസർ ഓർ ബിസിനസസ് ഓവർ ടൈം. ബിസിനസിന് വരുന്ന കോസ്റ്റ് ഒഴിവാക്കുന്നു, ടൈമില് അത് ഒഴിവാക്കി കളയുന്നു. ഓൾ യൂസേഴ്സ് കളക്റ്റീവ്ലി റീറ്റെയിൻ കൺട്രോൾ. അപ്പോ എല്ലാവരും അവരവർക്ക് കൺട്രോൾ സ്വയം ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പൈസ അടയ്ക്കണമോ മേടിക്കണമോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സ് ആണ്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഓക്കെ, യൂസേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഗെറ്റ് ടു കോൾ ദ ഷോട്ട്സ്. അപ്പൊ മേടിക്കുന്ന ആൾക്കാര് ഡെവലപ്പേഴ്സും തമ്മിലാണ് സംസാരം. അപ്പൊ നമ്മൾ പറയാണ് എനിക്ക് ഈ സാധനം വേണം എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ അല്ലെങ്കിൽ ചിലപ്പോൾ മേടിക്കാതിരിക്കാം, വേറെ സ്ഥലത്ത് നിന്ന് മേടിക്കാം. അങ്ങനെയൊക്കെയുള്ള ആ ഷോർട്ട് കമ്മിങ്സ് വരുമല്ലോ, കുറവ് വരുന്നിടത്തൊക്കെ യൂസേഴ്സ് ശ്രദ്ധിക്കണം, ഡെവലപ്പേഴ്സ് ശ്രദ്ധിക്കണം. ഇതാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോക്ക് ചെയിൻ വിൽ ബി ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ഇ കൊമേഴ്സ്. അപ്പോ ഇ കൊമേഴ്സിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ആണ്. അത് പലപ്പോഴും പൈസ ഒരു മെയിൻ ഫാക്ടറാണ് ബിസിനസിന്റെ. നമുക്ക് മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയുന്നത് ഒരു മെയിൻ കാര്യമാണ്, ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ദ ഫ്യൂച്ചർ എന്തുകൊണ്ടാണ് അതൊരു വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് ആവുന്നത്? ബെറ്റർ സപ്ലൈ ചെയിൻ ട്രാക്കിംഗ്. അതായത് സപ്ലൈ ഉള്ളിടത്തുനിന്ന് സപ്ലൈ എടുത്താൽ മാത്രമേ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സപ്ലൈ ചെയിൻ ട്രാക്ക് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. പ്രൊവിനൻസ് ട്രാക്ക് ചെയ്യണം. അതായത് നമുക്ക് അലോ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യണം. പേയ്മെന്റ്സ് ഗെറ്റ് ആൻ എഫിഷ്യന്റ് മേക്ക് ഓവർ. അതുപോലെ തന്നെ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പൈസ തന്നെ വരവും ചെലവും സ്ഥിതി വിവര കണക്കൊക്കെ നടത്തിയിട്ട് ഈ പൈസേനെ വീണ്ടും ബിസിനസ്സിന് ഇവോൾവ് ചെയ്യണമെങ്കിൽ അത് എഫിഷ്യന്റ് ആയിട്ട് തന്നെ മേക്ക് ഓവർ ചെയ്യണം. പിന്നെ സെക്യൂർ പ്ലാറ്റ്ഫോം ഫോർ ഇ കൊമേഴ്സ്. അതുപോലെ തന്നെ ഒരു ഇ കൊമേഴ്സിന് സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം. ഇപ്പോ നമുക്ക് ആമസോൺ എന്നൊക്കെ പറഞ്ഞാൽ മിസ്സിന് വിശ്വാസം ഉണ്ടെന്ന് മിസ് പറയുന്നത് മിസ് പലതവണ പൈസ കൊടുത്തിട്ട് സാധനം കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുപോലെ സെക്യൂർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കണം. പിന്നെ ഇനി നമുക്ക് വരുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4.0 ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ കൊമേഴ്സ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് വ്യവസായ വിപ്ലവമാണ് 4.0. അത് സ്മാർട്ട് ഡിജിറ്റൽ ടെക്നോളജീസ് ഒക്കെ എന്ന് പറഞ്ഞാല് IR4 ആണ് യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ വേൾഡ് ഓഫ് മാനുഫാക്ചറിങ് റിലേറ്റഡ് ടു ഡിജിറ്റൽ വേൾഡ്. ഡിജിറ്റൽ വേൾഡുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈബർ ആയിട്ടുള്ള ഫിസിക്കൽ സിസ്റ്റംസ്, അതുപോലെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഓൾറെഡി പറഞ്ഞതാണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിന്റെ എല്ലാത്തിന്റെ കൊളാബറേഷൻ, ഇതെല്ലാം കൂടി ചെയ്ത് വരും. വലിയ ബിസിനസ് കമ്മ്യൂണിറ്റി ആവുമ്പോൾ ഇതെല്ലാം വരും. അക്രോസ് ഡിപ്പാർട്ട്മെന്റ്സ്, പാർട്ട്നേഴ്സ്, വെൻഡേഴ്സ്, പ്രൊഡക്റ്റ്, പീപ്പിൾ. അപ്പോ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇത് ഒരുമിച്ച് വരും. അപ്പൊ ഡിപ്പാർട്ട്മെന്റുകൾ വരും, ബിസിനസ് ഡിപ്പാർട്ട്മെന്റുകൾ വരും, പാർട്ട്നേഴ്സ് വരും, വെൻഡേഴ്സ്, ഈ പ്രൊഡക്റ്റുകളുടെ ഉടമകള്, അവർക്ക് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ എങ്ങനെയാ സാധാരണ മേടിക്കുന്ന അറിയാലോ. ലോജിസ്റ്റിക്സിന്റെ വന്ന പോലെ നമ്മള് ബൾക്കായിട്ട് പർച്ചേസ് വലിയ ആൾക്കാർ ഹോൾസെയിലേഴ്സ് മേടിക്കും, റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സിന് മേടിക്കും. റീറ്റെയിലേഴ്സ് എന്ത് തരും? റീറ്റെയിലേഴ്സ് ആണ് നമുക്ക് സാധാരണ മേടിക്കുന്ന ഒരു കസ്റ്റമറിന് കൊടുക്കുന്നത്. കസ്റ്റമർ എൻഡ് യൂസർ ആയ കൺസ്യൂമർക്ക് കൊടുക്കുക. അതാണ് 4.0 വരാം. അപ്പൊ വെണ്ടർ, പ്രൊഡക്റ്റ്, പീപ്പിൾ, അത്രേ ഉള്ളൂ. ഉണ്ടാക്കുന്ന ആള്, ആ പ്രോഡക്റ്റ് അത് ഉപയോഗിക്കുന്ന ആ പേഴ്സൺ അല്ലെങ്കിൽ പീപ്പിൾ, മേടിക്കുന്ന ആ പീപ്പിൾ, അത്രയും വരെ എത്തും.
ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആൻഡ് ഇ കൊമേഴ്സ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ഏതൊക്കെയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാല് വെബ് പോർട്ടൽ, നമ്മുടെ യൂസേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാര്, പിയർ ഗ്രൂപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് 2 കൂട്ടുകാർ കൂടി ഒരു കടയിൽ നിന്ന് ഡ്രസ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കൂ. അല്ലെങ്കിൽ 2-3 ടീച്ചർമാര് ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള പുസ്തകങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങുന്നു. പിയർ ഗ്രൂപ്പ്സ് ആണെന്ന് വിചാരിക്കും. പ്രൊവൈഡേഴ്സ് ടു ക്യാരി ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ്. പിന്നെ അല്ലെങ്കിൽ ഒരു കൂട്ടം ജോലി ചെയ്യുന്ന ഒരാൾക്ക്, ഒരു ഡാൻസേഴ്സിന്റെ ഒരു കൂട്ടം, എഴുത്തുകാരുടെ ഒരു കൂട്ടം എന്നൊക്കെ വിചാരിക്കൂ. ഓഫൺ ക്രിയേറ്റിംഗ് ഡി ഫാക്ടോ സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ എവിടെയാണ് ബിസിനസ്സിൽ തെറ്റ് വരുന്നത്, അതിന്റെ കാര്യങ്ങള്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എംപ്ലോയീസ്. അപ്പൊ അതില് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് ഒക്കെ പേഴ്സണലൈസ് ചെയ്യുക. ആളുകൾക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ടാണ് അതില് ആക്ടിവിറ്റികൾ വരിക. ഇറ്റ് റിലൈസ് ഓൺ ബിഗ് ഡാറ്റ ടെക്നോളജീസ്. അപ്പൊ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തതും അതിൽ മാറ്റം വരുത്തിയതും, നമ്മൾ ബ്ലോക്ക് ചെയിൻ പറഞ്ഞത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. റിയൽ ടൈം ഡാറ്റ, അതിന് കറക്റ്റ് ടൈമിൽ വന്നിരിക്കുന്ന ഡാറ്റയും APIs, അതില് വന്നിരിക്കുന്ന APIs, അതിൽ മാറ്റം, അതർ പാർട്ടി ഇൻവെസ്റ്റ്മെന്റ്സ്, അതിൽ വന്നിരിക്കുന്ന ഡാറ്റ, ഇതൊക്കെ നമ്മൾ നോക്കുക. ഹൗ പ്ലാറ്റ്ഫോംസ് വർക്ക്, എങ്ങനെയാണ് പാസ്റ്റ് ട്രാൻസാക്ഷൻസ് കസ്റ്റമറുടെ അത് ഡാറ്റാബേസിലും ക്ലൗഡിലൊക്കെ കമ്പ്യൂട്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. മെഷീൻ ലേൺ അൽഗോരിതത്തില് ഡാറ്റ മൈൻ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കസ്റ്റമറിന്റെ ഫ്യൂച്ചർ ചോയ്സ് എന്തായിരിക്കാം കസ്റ്റമറിന്റെ ഫ്യൂച്ചർ ചോയ്സ്. ദീസ് ചോയ്സസ് ആർ പ്രസന്റഡ് യൂസിങ് കസ്റ്റമൈസ്ഡ് APIs. ഓൾറെഡി APIs ഇങ്ങനെയാണ്. വെൻ ഹി ഓർ ഷീ ലോഗിൻസ് അഗെയിൻ, അപ്പോ ഒരു സാധനം ഓൾറെഡി താല്പര്യപ്പെട്ട് മേടിച്ച ഒരാള് വീണ്ടും കേറുമ്പോൾ എന്താണ് മേടിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു. അതാണ് ദസ് ക്ലൗഡ്, ഹ്യൂജ് ഡാറ്റാബേസസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അതർ പാർട്ടി അല്ലെങ്കിൽ APIs വർക്ക് ടുഗദർ ടു പ്രഡിക്ട് ഫ്യൂച്ചർ ചോയ്സസ് ഓഫ് ദ കസ്റ്റമർ. അപ്പൊ കസ്റ്റമറിന്റെ ഫ്യൂച്ചർ ചോയ്സ് എന്തായിരിക്കും, ഭാവിയിൽ എന്തായിരിക്കും മേടിക്കാൻ പോവുക എന്നുള്ളത് ടാർഗറ്റ് ചെയ്തിട്ട് പേഴ്സണലൈസ്ഡ് മാനറിൽ പറയാൻ വേണ്ടി സാധിക്കും. ടൈപ്സ് ഓഫ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡിങ് ഓൺ ദ സർവീസസ്. നമുക്ക് പ്ലാറ്റ്ഫോം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ കിട്ടുന്ന സർവീസസ് അനുസരിച്ചിട്ടാണ് ആൾക്കാർ പല രീതിയിലുണ്ട്. ഒന്ന് പേയ്മെന്റ് പ്ലാറ്റ്ഫോം, ചിലപ്പോ ഡെബിറ്റ് കാർഡ് പ്ലാറ്റ്ഫോം, ക്രെഡിറ്റ് കാർഡ്, ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ പേ, അങ്ങനെ പല പേ. റീറ്റെയിൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നമ്മൾ ഏത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നു എന്നുള്ളത് വരാം. ഷെയറിംഗ് ഇക്കണോമി പ്ലാറ്റ്ഫോം, നമ്മൾ പൈസ ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോം, ചിലപ്പോൾ GPayയിലായിരിക്കാം, ഫോൺ പേയിലായിരിക്കാം, UPI ട്രാൻസാക്ഷൻസ് ആയിരിക്കാം. ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആളുകൾക്ക് കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ കൊടുക്കുന്ന ഡെവലപ്മെന്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആരാ നമുക്ക് ചെയ്തു തരുന്നത്, ഔട്ട്സോഴ്സിംഗ് ആണോ, ഇൻഹൗസ് ആണോ. മാച്ചിങ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, FB, Instagram, അങ്ങനത്തെ ഒക്കെ നമ്മുടെ എഴുതുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ. മാച്ചിങ് പ്ലാറ്റ്ഫോം നമ്മുടെ കേരള മാട്രിമോണി, മുസ്ലിം മാട്രിമോണി, ഹിന്ദു മാട്രിമോണി, നായർ മാട്രിമോണി, ഈഴവ, അങ്ങനെയൊക്കെയുള്ള മാച്ചിങ് പ്ലാറ്റ്ഫോംസ് ആയിരിക്കാം. കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, കൂട്ടുകാരായിട്ട് നമ്മൾ കൂട്ടുകൂടുന്ന ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ പല ഇൻസ്റ്റാഗ്രാം, അങ്ങനെയൊക്കെ പല കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. ഫോൺ തന്നെ. സെർച്ച് പ്ലാറ്റ്ഫോം നമ്മുടെ ഗൂഗിൾ ഉണ്ട് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആമസോണിന്റെയോ മിന്ത്രയുടെയോ മീഷോയുടെയോ അങ്ങനെയൊക്കെയുള്ള സെർച്ചിന്റെ അവരുടെ തന്നെ പ്ലാറ്റ്ഫോം ഉണ്ട്. ക്രൗഡ് സോഴ്സിങ്, ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോം ഉണ്ട്, ആളുകളുടെ പൈസ, അതുപോലെ ആളുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്വീകരിക്കുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ബുക്കിംഗ് അഗ്രിഗേറ്റേഴ്സ് ഉണ്ട്, അതായത് booking.com പോലത്തെ ഉള്ളതോ, ടൂറിസം ട്രാവൽസ്, അങ്ങനത്തെ ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അച്ചൂസ് ട്രാവൽസ്, അങ്ങനെയൊക്കെ ഓരോ ഉണ്ട്. കണ്ടന്റ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമും റിവ്യൂ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. ഡയഗ്രാമിസ് നമുക്ക് Q&A സെഷനിൽ SDLCയുടെ ലൈഫ് സൈക്കിള്, ഡിജിറ്റൽ അല്ലെങ്കിൽ SDLC സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് 30ാമത്തെ പേജിൽ. അപ്പോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമുക്ക് ഇന്റർമീഡിയറീസിനെ കുറച്ചിട്ട് സെല്ലറും ബയ്യറും തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് വരും, ഇന്റർമീഡിയറി വേണ്ട വയ്ക്കും. ഇനി ബയ്യറും സെല്ലറും കൺസ്യൂമറും പ്രൊഡ്യൂസേഴ്സും വിർച്വലി കണക്ട് ആയി വരും. ബയ്യർ, സെല്ലർ, വിൽക്കുന്ന ആള്,
വിൽക്കുന്ന ആള് സെല്ലർ, വാങ്ങുന്ന ആള് ബയ്യർ, ഉപയോഗിക്കുന്ന ആള് കൺസ്യൂമർ, ഉത്പാദിപ്പിക്കുന്ന ആള് പ്രൊഡ്യൂസേഴ്സ്. ഈ 4 പേര് ഒരുമിച്ച് വരും. നമ്മൾ നേരത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4.0 പറഞ്ഞ പോലെ. സെവറൽ പ്രൊഡക്ട്സ് സർവീസസ് ആർ നൗ ഈസിലി അവൈലബിൾ ഓൺ ദിസ് പ്ലാറ്റ്ഫോം. അപ്പൊ ഒരുപാട് പ്രൊഡക്റ്റുകളും സർവീസുകളും ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇ കൊമേഴ്സിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന്റെ ഇമ്പാക്ട് വന്നിട്ടുള്ളത്. ഇനി ഡിജിറ്റലൈസേഷൻ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ബിസിനസ്സസ്. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമുക്ക് ഈ ചാപ്റ്ററിൽ അവസാനം പഠിക്കാനുള്ളതാണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ 3ാമത്തെ ചാപ്റ്റർ നമ്മുടെ കഴിയും. ഇതിൽ ലൈഫ് സൈക്കിളിന്റെ ഡയഗ്രം പഠിക്കണം. ഡയഗ്രം സെപ്പറേറ്റ് പഠിക്കണം. 30ാമത്തെ ചാപ്റ്ററിന്റെ ഡയഗ്രം ആയതുകൊണ്ടാണ് മിസ് അത് അവിടെ അങ്ങനെ വച്ചിരിക്കുന്നത്. ഡയഗ്രം ആണ്. ഓക്കെ, ഐ ഹാവ് ടു ഷോ ദാറ്റ്. ഓക്കെ, ഈ ഡയഗ്രം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ദ യൂസ് ഓഫ് എമർജിംഗ് ടെക്നോളജീസ് ഹാസ് ലീഡ് ടു ഓട്ടോമേഷൻ ഓഫ് ഇന്റേണൽ പ്രോസസ്. അപ്പൊ ഇന്റേണൽ പ്രോസസ്സുകളുടെ ഓട്ടോമേഷൻ, ഇൻവെന്ററി മാനേജ്മെന്റ്, HR കസ്റ്റമർ ഫേസിംഗുമായിട്ടുള്ള പ്രോസസ്സ്, ബില്ലിങ്, നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരും. ഇതൊക്കെ ബിസിനസ്സിലുള്ളതാണ്. ദിസ് ഹാസ് കോസ്ഡ് എക്സ്റ്റെൻസീവ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. അത് കുറെ ഇന്റേണൽ എക്സ്റ്റേണൽ ബിസിനസ് പ്രോസസ്സുകളാണ്. HR എന്നൊക്കെ പറഞ്ഞാൽ അവര് എന്താ ഹ്യൂമൻ റിസോഴ്സ് ഡീൽ ചെയ്യാണ്. ഇതിൽ നമ്മളിപ്പോ എത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാലും ഓൾറെഡി പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഹ്യൂമൻ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യം വരും. അപ്പൊ അതില് എമർജിംഗ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ അതിൽ നമ്മള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് ഒക്കെ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യാൻ നമുക്ക് സാധ്യതയുണ്ട്. ഇന്റഗ്രേറ്റഡ് ഓട്ടോമേഷൻ ഓഫ് എൻഡ് ടു എൻഡ് പ്രോസസ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ് യൂസിങ് ന്യൂ ടെക്നോളജീസ് ഈസ് കോൾഡ് ഡിജിറ്റലൈസേഷൻ. അത് നമുക്ക് പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഓരോ എന്റർപ്രൈസിലും ഉപയോഗിക്കുന്നുണ്ടാവും. ഡിജിറ്റലായിട്ട് ഇ കൊമേഴ്സ് വരുന്നതുകൊണ്ട് ബിസിനസ്സസ് ഹാവ് ബിക്കം ക്ലൗഡ് ബേസ്ഡ്. ബിസിനസ്സസ് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുണ്ട് ആൻഡ് മൊബൈൽ എനേബിൾഡ്. ഇപ്പൊ മൊബൈലിൽ കൂടെ ഒക്കെ ബിസിനസ് നടക്കുന്ന, ഇപ്പൊ ആമസോണിന്റെ കാര്യമാണ്. എന്റർപ്രൈസസ് ഹാവ് ബിക്കം മോർ അജൈൽ. എന്റർപ്രൈസസ് കുറെ കൂടി അവർ ഇലക്ട്രോണിക് കൊമേഴ്സും ഗൂഗിൾ പേ ത്രൂ ട്രാൻസാക്ഷൻസും പേ ചെയ്യൽ എല്ലാം ഒക്കെ ആയിട്ടുണ്ട്. How newer business models have emerged, intelligent, responsive to the needs of customers, and customers have become the kings and queens. അപ്പോ കസ്റ്റമേഴ്സ് ആണ് ഇപ്പോ രാജാവും രാജ്ഞിയും ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയും വരെ അവർ പൈസ കൊടുത്ത് മേടിക്കുന്ന നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ കസ്റ്റമർ ഇസ് ദ കിങ്ങിൽ നമ്മൾ എത്തി. അപ്പൊ ഇത്രയാണ് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ലൈഫ് സൈക്കിളിന്റെ ആ 30ാമത്തെ പേജിലെ ചിത്രം കൂടി ഉണ്ട്. അടുത്തത് നമുക്ക് 4ാമത് ഇലക്ട്രോണിക് ഗവേണൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അടുത്ത് എടുക്കാനുള്ളത്. ഇത്രയും വരെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായേണ്ടതെന്ന് വിചാരിക്കുന്നു. നല്ല എന്താ പറയാ, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു മടി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞുതരാം. അതിന് മിസ്സിന് കുഴപ്പമൊന്നുമില്ല. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം നമുക്ക്. അപ്പൊ താങ്ക് യു എവരി വൺ. താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ.